കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ടതുകൊണ്ട് കരമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. എല്ലാവർക്കും ദയവായി ദൈവസന്നിധിയിൽ താണിരിക്കാം. അനുഗ്രഹിക്കപ്പെട്ട നല്ല വിശുദ്ധ ദിവസത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഒരിക്കൽ കൂടെ നമുക്ക് സഭായോഗമായി കൂടി വന്ന് കർത്താവിനെ ആരാധിക്കാനായിട്ട് ഈ ഭൂമിയിൽ യേശു അവസരം തന്നതുകൊണ്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. നമുക്ക് ആരോഗ്യമുള്ളപ്പോൾ, കഴിവുള്ളപ്പം ആരാധനകൾ ഉപേക്ഷയായി വിചാരിക്കരുത്. ഒരാരാധന പോലും മിസ് ചെയ്യാതെ ആരാധനയിൽ ചേർന്ന് നിന്നാൽ നിൻ്റെ ആരാധന കാണുന്ന ദൈവം നിന്നെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. നമുക്ക് വളരെ വേഗം കർത്താവിൻ്റെ വചനത്തിലേക്ക് വരാം. വചനത്തിൽ കൂടെയാണ് കർത്താവ് നമ്മളോട് സംസാരിക്കാനായിട്ട് പോകുന്നത്. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളാണ് ഇന്നത്തെ ധ്യാനത്തിന് തിരഞ്ഞെടുത്തിരിക്കുന്നത്. വളരെ പരിചിതവും ഒട്ടനവധി വട്ടം വായിച്ചതുമായ ഒരു വചനത്തിൽ നിന്നുകൊണ്ടാണ് ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ ഞാൻ കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടുന്നത്. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നെങ്കിൽ ക്രിസ്തു ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നതിനുമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പീൻ. ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പീൻ. നിങ്ങൾ മരിച്ച് നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും. വളരെ പ്രത്യാശ നൽകുന്ന അനുഗ്രഹീതമായൊരു വചനമാണ് അല്പനേരത്തെ ധ്യാനത്തിനായി നാം വായിച്ചത്. ഈ വാക്യത്തിനകത്തുനിന്ന് 2 പ്രധാനപ്പെട്ട സന്ദേശം നിങ്ങൾക്ക് കൈമാറാൻ ഞാൻ കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടുക. 1, ഉയരത്തിലുള്ളത് അന്വേഷിക്കണം. 2, ഉയരത്തിലുള്ളത് ചിന്തിക്കണം. ഇവിടെ ധന്യനായ പൗലോസ് കൊലോസിയിലെ വിശുദ്ധന്മാരോട് പറയുകയാണ്, ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ ക്രിസ്തു ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഇരിക്കുന്ന ഇടമായ ഉയരത്തിലുള്ളത് അന്വേഷിക്കുവീൻ. അപ്പോൾ എല്ലാവരും ഉയരത്തിലുള്ളത് അന്വേഷിക്കാൻ പൗലോസ് പറയുന്നില്ല. ആരന്വേഷിക്കണം? ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നവർ. ആരാണ് ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നവർ? അതേ കൊലോസ്യ ലേഖനം 2-ാം അധ്യായം 12-ാമത്തെ വാക്യം നമുക്ക് വായിക്കുമ്പോൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നത് ആരാണെന്ന് പഠിക്കുവാനായിട്ട് കഴിയും. സ്നാനത്തിൽ നിങ്ങൾ അവനോടുകൂടെ അടക്കപ്പെടുകയും സ്നാനത്തിലൂടെ നിങ്ങൾ അവനോടുകൂടെ അടക്കപ്പെടുകയും അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച ദൈവത്തിന്റെ വ്യാപാര ശക്തിയിലുള്ള വിശ്വാസത്താൽ അവനോടുകൂടെ നിങ്ങളും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? സ്നാനത്തിലൂടെയാണ് ഒരാൾ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റതിന് തുല്യമായ ആത്മീക അനുഭവത്തിലേക്ക് വരുന്നത്. ദൈവത്തിന് സ്തോത്രം. ഇവിടെ പൗലോസ് പറയുകയാണ്, ആകയാൽ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ ക്രിസ്തു ദൈവത്തിന്റെ വലതുഭാഗത്ത് ഇരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് അന്വേഷിക്കണം. ലോകം മുഴുവൻ ഭൂമിയിലുള്ളത് അന്വേഷിക്കുമ്പോൾ, അന്വേഷിക്കുന്ന ഒറ്റയാൾ പോലും ഇന്ന് യോഗത്തിന് വന്നിട്ടില്ല. അവരൊക്കെ കമ്പിളിക്കീഴിൽ ഉറങ്ങുക. 1ാമത് മഴയൊക്കെ വന്ന സമയമാണ്. എന്നാൽ നിങ്ങൾ ഇന്നിവിടെ വരാൻ കാരണം എന്താ? ഭൂമിയിലുള്ളത് അന്വേഷിക്കുന്നവരല്ല, നിങ്ങൾ ഉയരത്തിലുള്ളത് അന്വേഷിക്കുന്നവരാണ്. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാൽ നമുക്ക് വാക്യത്തിലോട്ട് വരാം. ദൈവത്തിന് സ്തോത്രം. അപ്പം നിങ്ങൾ ഈ കൊലോസ്യ ലേഖനത്തിൽ വായിക്കുമ്പം സ്തോത്രം, നിങ്ങൾ വീട്ടിൽ ചെന്ന സമയമുണ്ടെങ്കിൽ ഈ 3-ാം അധ്യായം മൊത്തം വായിക്കണം. അവിടെ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ പഴയ മനുഷ്യനെ അടക്കുക. ഇപ്പം നമ്മൾ 4-ാം വാക്യം വരെ 5-ാം വാക്യം മുതൽ ഈ പഴയ മനുഷ്യൻ ആരാന്ന് എഴുതിയിട്ടുണ്ട്. അവനെ എങ്ങനെ ഉരിയണ്ടി എന്ന് എഴുതിയിട്ടുണ്ട്. പഴയ മനുഷ്യന്റെ സ്വഭാവം ഒന്ന് വായിച്ചേ. 5-ാമത്തെ വാക്യം മുതൽ. ആകയാൽ ദുർനടപ്പ്, അശുദ്ധി, അതിരാഗം, ദുർമോഹം, വിഗ്രഹാരാധനയായ അത്യാഗ്രഹം, ഇങ്ങനെ ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ മരിപ്പിപ്പീൻ. ഇതിനെല്ലാം കൊല്ലണം. ഈ വക നിമിത്തം ദൈവകോപം അനുസരണം കെട്ടവരുടെ മേൽ വരുന്നു. ഇത് നിമിത്തമാണ് ഈ അനുസരണം കെട്ടവരുടെ മേൽ ദൈവകോപം വരുന്നത്. അവയിൽ ജീവിച്ചിരുന്ന കാലം നിങ്ങളും മുമ്പേ അവയിൽ നടന്നു പോന്നു. ഇപ്പോഴോ നിങ്ങളും
കോപം, കോപം, ക്രോധം, ക്രോധം, ഈർഷ്യ, ഈർഷ്യ, വായിൽ നിന്ന് വരുന്ന ദൂഷണം, ദൂഷണം, ദുർഭാഷണം, ദുർഭാഷണം, ഇവയൊക്കെ വിട്ടുകളവീൻ. ഇവയൊക്കെ വിട്ടുകളവീൻ. വിട്ടുകളവി. അന്യോന്യം ഫോഷ്ക്ക് പറയരുത്. നിങ്ങൾ പഴയ മനുഷ്യനെ അവന്റെ പ്രവൃത്തികളോടുകൂടെ ഉരിഞ്ഞു കളഞ്ഞു. ഞാൻ ഇനി നിങ്ങൾ താഴോട്ട് വായിച്ചു പോകുമ്പോൾ ഉരിഞ്ഞച്ച് പിന്നെ ഇടേണ്ട വേറെ വസ്ത്രം എഴുതിയിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ വീട്ടിൽ ചെന്ന് വായിച്ചാൽ മതി. കാര്യം അങ്ങോട്ട് പോയാൽ ഈ മെസ്സേജ് വേറൊരു വഴിക്കൂടെ പോകും. അപ്പം പഴയ മനുഷ്യൻ ഉരിഞ്ഞിട്ട് എന്ത് ചെയ്യണം? പുതിയ മനുഷ്യനെ ധരിക്കണം. ആ മനുഷ്യനെ ധരിക്കുന്നത് എങ്ങനെയാ? ക്രിസ്തു മരിച്ചുയർത്തെഴുന്നേറ്റതുപോലെ നാമം സ്നാനത്തിലൂടെ യേശുവിനെ ഉയർപ്പിച്ച വ്യാപാര ശക്തിക്ക് ഉടമയായി മാറുകയാണ്. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. എന്നിട്ട് പറയാണ്, അങ്ങനെ ഉയർത്തെഴുന്നേറ്റവർ, ഒന്നുകൂടെ ശ്രദ്ധിക്കുക, ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ ക്രിസ്തു ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നതുമായ ഉയരത്തിലുള്ളത് അന്വേഷിക്കണം. ഉയരത്തിലുള്ളത് അന്വേഷിക്കണം. ഒന്ന് കൈ കൊടുത്ത് പറ, ഉയരത്തിലുള്ളത് അന്വേഷിക്കണം. ഈ 53-ാം സങ്കീർത്തനത്തിന്റെ 2-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നേ, ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാൻ ഉണ്ടോ എന്ന് കാണുവാൻ. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുവാൻ ദൈവം സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെ നോക്കുന്നു. തിരുവല്ലായും മിടുക്കന്മാരുണ്ടോ എന്ന് നോക്കാൻ ദൈവം നോക്കുന്നില്ല. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണാൻ ദൈവം സ്വർഗത്തിൽ നിന്ന് നോക്കുന്നു. നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞാട്ട്. അപ്പൊ ദൈവം സ്വർഗത്തിൽ നിന്ന് നോക്കുന്ന എന്തിനാ? ദൈവത്തെ. ഈ ഞായറാഴ്ച രാവിലെ ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണാൻ ദൈവം എന്ത് ചെയ്യുക? സ്വർഗത്തിൽ നിന്ന് നോക്കുന്നു. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. ഹല്ലേലൂയ. അപ്പം ദൈവത്തിന് സ്തോത്രം. ഈ 70-ാം സങ്കീർത്തനത്തിന്റെ 4-ാമത്തെ വാക്യം നമ്മൾ പഠിക്കുമ്പോൾ ഗഹനമായ ദൂതിലോട്ട് വരുവാണ്. ചിന്ത എന്നുള്ളതാണ് എൻ്റെ സബ്ജക്റ്റ്. പക്ഷേ അന്വേഷണം എന്ന വിഷയത്തെ ഒന്ന് തൊടാതെ പോകാൻ പറ്റത്തില്ല. 70-ാം സങ്കീർത്തനം 4-ാം വാക്യം, നിന്നെ അന്വേഷിക്കുന്നവരൊക്കെയും നിന്നിൽ ആനന്ദിച്ച് സന്തോഷിക്കട്ടെ. ഓ, ദൈവത്തെ അന്വേഷിക്കുന്നവരൊക്കെ ദൈവത്തിൽ ആനന്ദിച്ച് സന്തോഷിക്കട്ടെ. ഒരു ചോദ്യമാ, അടുത്തിരിക്കുന്ന ആളെന്ന് ചോദിച്ചാൽ ആനന്ദിച്ച് സന്തോഷിക്കാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ച്. ഉണ്ടോ? ആനന്ദിച്ച്, അല്ല എന്നും കരഞ്ഞുകൊണ്ടിരിക്കാനെന്ന് താല്പര്യം പറ. ഈ നിങ്ങൾക്കറിയാം, ദൈവവചനം കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ആനന്ദം 5 കോടി രൂപ കൊടുത്താലും കിട്ടത്തില്ല. മനസ്സിലായവർ സ്തോത്രം ചെയ്യ്. അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ പറയാ, വലിയ കൊള്ള കണ്ട് കിട്ടിയവരെ പോലെ നിന്റെ വചനത്തിൽ ഞാൻ സന്തോഷിക്കുന്നു. ഇയ്യോബ് ഒരിക്കൽ വിളിച്ചു പറഞ്ഞൊരു കാര്യമുണ്ട്, ശ്രദ്ധിച്ചോണം. ഇയ്യോബ് ഒരിക്കൽ വിളിച്ചു പറഞ്ഞ കാര്യമുണ്ട്, ആഹാരത്തെക്കാൾ വലുതായി ഞാൻ വചനം സൂക്ഷിക്കുന്നു. എന്തുവാ? ആഹാരത്തെക്കാൾ വലുതായി എന്ത് സൂക്ഷിക്കുക? വചനം സൂക്ഷിക്കുക. നല്ലൊരു ആമീൻ പറഞ്ഞാട്ട്. അപ്പം നമുക്ക് വാക്യത്തിലോട്ട് വരാം. ദൈവത്തിന് സ്തോത്രം. ശ്രദ്ധിച്ചു കേൾക്കണം. അപ്പം ദൈവത്തെ അന്വേഷിക്കുന്നവർ ദൈവത്തിൽ എന്ത് ചെയ്യണം? ആനന്ദിച്ച്. നിങ്ങൾക്കറിയാം, ഈ കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക് ഭയങ്കര സന്തോഷമാണ്. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാൽ കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക് ഭയങ്കര സന്തോഷമാണ്. അതെന്താണെന്ന് ഞാനൊന്ന് മനസ്സിലാക്കി തരാം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഈ ദിനവൃത്താന്തങ്ങളുടെ 2-ാം പുസ്തകം ഒന്ന് എടുത്ത് 7-ാം അധ്യായം 14-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. എന്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എന്റെ ജനം, എന്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എന്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് എന്റെ മുഖം അന്വേഷിച്ച് തങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ട് തിരിയുമെങ്കിൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് കേട്ട് അവരുടെ പാപം ക്ഷമിച്ച് അവരുടെ ദേശത്തിന് സൗഖ്യം വരുത്തിക്കൊള്ളു. ഈ ദൈവത്തെ അന്വേഷിച്ചാലുള്ള പ്രത്യേകത പറയാം. നമ്മൾ ദുർമാർഗങ്ങളെല്ലാം വിടും. ഒരാൾ ദൈവത്തെ കാണേണ്ട പോലെ കണ്ട സക്കായിയുടെ കാട്ടത്തിലെ മണ്ടയ്ക്കൊന്ന് തമ്പുരാൻ വിളിച്ചിറക്കിയപ്പം, എടാ ചതിവായി വല്ല മാച്ചിട്ടുണ്ടെങ്കിൽ കൊടുക്കണമെന്നൊരു കുറിപ്പ് എഴുതി കൈ കൊടുത്തോ? സക്കായിയെ, നിന്നെ എനിക്കറിയാം. യേശു സക്കായിയെ ദൈവം യേശു വിളിച്ച സക്കായിയോട് പറയാം, ഞാൻ നിനക്ക് വെളിപ്പെടുത്തി തരുവാ, നീ ഇന്ന കാര്യം. ഒന്നും പറഞ്ഞില്ല. കർത്താവിനെ കണ്ടപ്പോൾ ഇവനെല്ലാം അങ്ങോട്ട് പറയുക. അതാ കർത്താവിനെ കണ്ടാലുള്ള പ്രത്യേകത. ഒരാൾ ദൈവത്തെ കണ്ടു കഴിഞ്ഞാൽ, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റമാണ്. ദൈവത്തെ കണ്ടവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഇനി ഞാൻ വാക്യത്തിലോട്ട് വരാം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഈ വേദപുസ്തകത്തിലൊരു വാക്യമുണ്ട്. സ്തോത്രം. ഉസിയാവെന്ന് പറയുന്നൊരു രാജാവിനെ കുറിച്ചാണ് വാക്യം. ഞാൻ താഴോട്ട് പെട്ടെന്ന് വായിച്ചു പോകാം. ദിനവൃത്താന്തങ്ങളുടെ 2-ാം പുസ്തകം 26-ാം അധ്യായം 5-ാം വാക്യം. യഹോവയെ അന്വേഷിച്ച കാലത്തോളം ദൈവം അവന് അഭിവൃദ്ധി നൽകി. ഒന്ന് ശ്രദ്ധിക്കുക. ദൈവത്തെ അന്വേഷിച്ച കാലത്തോളം
ദൈവം അവൻ യഹോവയെ അന്വേഷിച്ച കാലത്തോളം ദൈവം അവന് അഭിവൃദ്ധി അപ്പൊ നൽകി. ദൈവത്തെ അന്വേഷിച്ചാൽ ഒന്നാമത്തെ ദൂത് നിനക്ക് ഭയങ്കര സന്തോഷമാണ്. രണ്ട്, ദൈവത്തെ അന്വേഷിച്ചാൽ നിനക്ക് എന്താണ്? അഭിവൃദ്ധിയാണ്. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാൽ. ദൈവവുമായിട്ട് എത്ര നാൾ നിനക്ക് കണക്ഷൻ ഉണ്ടോ അത്രയും നാൾ നിനക്ക് അഭിവൃദ്ധിയാണ്. ഈ നമ്മുടെ ഒരു കുഴപ്പം, മലയാളിയുടെ കുഴപ്പം, എന്തേലും രണ്ട് അനുഗ്രഹം കിട്ടുമ്പോൾ നമ്മളങ്ങ് അഹങ്കാരികളാകും. ഇവിടെ ആരും ഇല്ല, അങ്ങനെ വല്ലവരും ഉണ്ടേ. ഞാൻ തുറന്ന് പറയുക, നാം ഈ സ്തോത്രം, അഹങ്കാരം ഉണ്ടായാൽ മൂക്ക് കുത്തേണ്ടി വരും. അതുകൊണ്ട് ഞാൻ പറയാം, വലിയ വലിയ അനുഗ്രഹങ്ങളും ചെറിയ ചെറിയ അനുഗ്രഹങ്ങളും വരുമ്പോഴും കർത്താവിൻ്റെ അടുക്കൽ താന്നോണം. ഓരോ ദിവസവും ജീവിപ്പാൻ കൃപ തന്നുകൊണ്ട് സ്തോത്രം ചെയ്യുക. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. നമ്മളെ ഇവിടെ അടുത്തുള്ള പുഷ്പരി ഹോസ്പിറ്റലിൽ കൊണ്ട് അവിടെ ICUവിലൊന്ന് അഡ്മിറ്റ് ചെയ്ത് അവരുടെ കുറ്റിക്കകത്തുനിന്ന് ഓക്സിജൻ വാങ്ങിച്ച് ഇങ്ങനെ വെച്ചുകൊണ്ട് ശ്വസിച്ചാൽ വൈകിട്ടറിയാം എത്ര രൂപ ബില്ലാവുമെന്ന്. വേണ്ട, മിണ്ടുന്നില്ല. 7,000 വൈകിട്ടത്തെ ബില്ല്. വെന്റിലേറ്ററിലാണെ 15,000 ഒരാഴ്ച കടന്നേച്ചിറങ്ങിയാൽ ദൈവത്തിന് സ്തോത്രം 2 ലക്ഷം രൂപ അവർ വാങ്ങിക്കും. അന്നേരമാണ് 60 വർഷം നീ ശ്വസിച്ചതിൻ്റെ വില അറിയുന്നത്. നല്ലൊരാമയും പറഞ്ഞാട്ട്. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം, ഇങ്ങോട്ട് ശ്രദ്ധിച്ചു കേട്ടെ. നമുക്ക് എത്ര വലിയ അനുഗ്രഹങ്ങൾ കിട്ടിയാലും ദൈവത്തിന് മുമ്പിൽ താന്നോണം. പിന്നെയും പിന്നെയും താന്നോണം. അങ്ങനെ താഴും തോറും നിന്റെ അനുഗ്രഹത്തിൻ്റെ ലെവല് വർദ്ധിച്ചുകൊണ്ടിരിക്കും. യഹോവയെ അന്വേഷിച്ച കാലത്തോളം അവൻ എന്തോ ലഭിച്ചു? അഭിവൃദ്ധി ലഭിച്ചു. ഒരു നല്ല ആമയും പറഞ്ഞാട്ട്. അടുത്തിരിക്കുന്ന ആളോട് ചോദിച്ചാൽ അഭിവൃദ്ധിപ്പെടാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ചോദില്. ഒന്ന് പറഞ്ഞാട്ട്. അഭിവൃദ്ധിപ്പെടാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഉണ്ടോ? ഉണ്ടെങ്കിൽ ദൈവത്തെ അന്വേഷിച്ചാൽ മതി, നന്മ അന്വേഷിച്ചാൽ മതി. എത്ര പേർക്ക് അതിന് ആമയും പറയാൻ പറ്റും? ഒറ്റ വാക്യം കൂടെ വായിച്ചിട്ട് അന്വേഷണം എന്ന പദത്തിലേക്കൊന്ന് ഞാൻ പോവുക. ആമോസിൻ്റെ പ്രവചനം എടുത്തേ, 5-ാം അധ്യായം എടുത്തേ, 14-ാമത്തെ വാക്യം വായിച്ച്, നിങ്ങൾ ജീവിച്ചിരിക്കേണ്ടതിന് തിന്മയല്ല നന്മ തന്നെ അന്വേഷിപ്പീൻ. സ്തോത്രം. നിങ്ങൾ ജീവിച്ചിരിക്കേണ്ടതിന് തിന്മയല്ല നന്മ തന്നെ അന്വേഷിപ്പീൻ. നന്മ തന്നെ അന്വേഷിപ്പീൻ. അപ്പോൾ നിങ്ങൾ പറയുന്നത് പോലെ സൈന്യങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളോട് കൂടെ. അപ്പൊ ദൈവത്തെ അന്വേഷിക്കുന്നവന്റെ കൂടെ ഇരിക്കും. ദൈവത്തെ അന്വേഷിക്കുന്നവന് സന്തോഷം, ദൈവത്തെ അന്വേഷിക്കുന്നതിന് അഭിവൃദ്ധി. ഞാനിവിടെ ഇരിക്കുന്ന ചിലരോട് ദൂത് പറയുക, കർത്താവായ യേശുക്രിസ്തു ടെൻഷൻ അടിക്കുന്ന ആൾക്കാരെ നമ്മുടെ വിളിച്ചുകൂട്ടി ഒരു സമ്മേളനം വെച്ച് കർത്താവ് പറഞ്ഞു, മുഴുവൻ ടെൻഷനും പോകാൻ ഒറ്റ വഴിയുള്ളൂ. എന്തുവാ? മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക. അതോടുകൂടെ നീ ടെൻഷൻ അടിച്ച മുഴുവൻ കാര്യവും നിനക്ക് ലഭിക്കും. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. ഹല്ലേലൂയ. ഒന്ന് മുമ്പേ അവൻ്റെ ആ വാക്യം വായിക്കണം. മാത്യു ചാപ്റ്റർ 6 verse 33. ഹല്ലേലൂയ. മുമ്പേ അവൻ്റെ രാജ്യവും. മത്തായി 6:33. പെട്ടെന്ന് പോ, ചിന്ത എന്ന പദത്തിലേക്ക് പോകണം. അവിടെ മുമ്പേ അവൻ്റെ രാജ്യവും നീതി അന്വേഷിപ്പീൻ, അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും. 31-ാം വാക്യം. ആകയാൽ നാം എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്തുടുക്കും എന്നിങ്ങനെ നിങ്ങൾ വിചാരപ്പെടണ്ട. ഈ വകയൊക്കെയും ജാതികൾ അന്വേഷിക്കുന്നു. ഇവയെല്ലാം ജാതികൾ അന്വേഷിക്കുന്നു. സ്വർഗ്ഗസ്ഥനായ നിങ്ങളുടെ പിതാവ് ഇതൊക്കെയും നിങ്ങൾക്ക് ആവശ്യമെന്ന് അറിയുന്നു. നിന്റെ ദൈവം ആരാ? നിന്റെ ആവശ്യം അറിഞ്ഞു തരുന്നവനാ. ഒരാമയും പറഞ്ഞാട്ട്. കരയുന്ന കാക്കക്കുഞ്ഞുങ്ങൾക്ക് അതതിന്റെ. ഹാഗറിന്റെ കൊച്ചിന് വെള്ളമാ വേണ്ടെങ്കിൽ അവിടെ ഉറവാ. ഏലിയാവിന് അപ്പമാ വേണ്ടെങ്കിൽ മരുഭൂമിയിൽ അപ്പം. ഇസ്രായേലിന് മന്നായ വേണ്ടെങ്കിൽ മരുഭൂമി മന്ന. ഏലിയാവിന് അപ്പമാ വേണ്ടെങ്കിൽ കാക്കയുടെ കയ്യിൽ അപ്പം. ഞാൻ ഇന്ന് ഇവിടെ ഇരിക്കുന്ന ചിലരോട് ദൂത് പറയുക, നിന്റെ ദാരിദ്ര്യം പൊട്ടാൻ എന്താണ് ആവശ്യം അത് അതുപോലെ തരുന്ന. ഓ ഹല്ലേലൂയ. ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എന്നോട് പരിശുദ്ധാത്മാ പറയുക, എൻ്റെ ആവശ്യവും സണ്ണി പാസ്റ്റർ ആവശ്യവും ബി അബ്രാം പാസ്റ്റർ ആവശ്യവും ഇവിടെ ഇരിക്കുന്ന ദൈവദാസന്മാരുടെ ആവശ്യവും ഒരുപോലെ ദൈവം അറിയുന്നു. ഒരു നല്ല ഹല്ലേലൂയ പറ. അടുത്തിരിക്കുന്ന ആളെ തുടർച്ച, നിന്റെ ആവശ്യം ദൈവം അറിയുന്നുണ്ടെന്ന് പറ. മിണ്ടുന്നില്ല. തിരിച്ചറിഞ്ഞ ഒരാമയും പറ. സാമിന് ഒരാവശ്യം ഉണ്ടായിട്ട് ദൈവം 5 ലക്ഷം രൂപ കൊടുത്തു. ഞാൻ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. ഞാൻ മുട്ട ഇരുന്നാലും 5 ലക്ഷം കിട്ടുകയില്ല. അതിൻ്റെ കാരണം സാമിന് അന്നേരം അത് ആവശ്യമായിരുന്നു. നിനക്കൊരു വീട് ആവശ്യമാണ്, അത് ദൈവം അറിയുന്നുണ്ട്. നിനക്കൊരു ജോലി എങ്ങനെ വ്യാഖ്യാനിച്ച് തീർക്കണമെന്ന് എനിക്കറിയത്തില്ല. റഥ സഥാന, നീ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് നിന്റെ ആവശ്യം തിരിച്ചറിഞ്ഞു ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം. ഞാനാണ് ഒരു ദിവസം എറണാകുളത്ത് ഒരു ഓഫീസിൽ പോവാം.
സ്തോത്രം. ആ ഓഫീസിൽ സ്തോത്രം പോയി എനിക്കൊരു സിഗ്നേച്ചർ വേണം. കാരണം എൻ്റെ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് പറഞ്ഞു ഞാൻ തന്നെ അതിന് ഓണർ തന്നെ പോകണം ആ സിഗ്നേച്ചറിനായിട്ട്. എനിക്ക് ആ ഓഫീസൊന്നും അറിയത്തില്ല. എറണാകുളത്തൊക്കെ അറിയാവുന്നവരോടൊക്കെ ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു അത് സ്തോത്രം ആ ഓഫീസിൻ്റെ ലൊക്കേഷനൊക്കെ എനിക്ക് പറഞ്ഞു തന്നു. ഞാനും എൻ്റെ വണ്ടി ഓടിക്കുന്ന ബ്രദറും ഒന്നിച്ച് എറണാകുളം പോകുന്ന വഴിക്ക് ചായ കുടിക്കുന്ന ശീലമുണ്ട്. ഒറ്റ ശീലമേ ഉള്ളൂ, ചായ കുടിക്കുന്ന ശീലം. അപ്പം സ്തോത്രം ഒരു കൊച്ചു കടയിലടക്കമുണ്ട്. ചായ കുടിക്കാനായിട്ട് വണ്ടി നിർത്തിയപ്പം ഹല്ലേലൂയ ഞാൻ നിങ്ങൾ പറഞ്ഞ് 2 ചായ. എന്നിട്ട് കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ അവിടുത്തെ പുള്ളിയോട് ചോദിച്ചു എറണാകുളത്ത് ഇന്ന സൈഡിലോട്ട് പോകുന്ന വഴി ഏതാണെന്ന് ചോദിച്ചപ്പം അവിടെ ഒരാൾ മനോരമ പേപ്പർ ഇങ്ങനെ വായിച്ചുകൊണ്ട് നിൽക്കുക. ഒരു തോളയിലൊരു സഞ്ചി ഒരു ബാഗും ഉണ്ട്. ഇങ്ങനെ പേപ്പർ വായിച്ചുകൊണ്ട് ചായയൊക്കെ കുടിഞ്ഞ് പേപ്പർ വായിച്ച് ബസ് വെയിറ്റ് ചെയ്യുക. സ്തോത്രം. അപ്പം ആ എറണാകുളത്തെ ആ സ്ഥലം ചോദിച്ചപ്പോൾ പുള്ളി പേപ്പർ മാറ്റി വെച്ച് പറഞ്ഞു ഞാൻ അങ്ങോട്ട് എന്നെ കൂടെ കൊണ്ടുപോകാൻ വഴി പറഞ്ഞു തരാമെന്ന് പറഞ്ഞു. ഞങ്ങൾ ചായ കുടിച്ച് കയറിക്കോളാൻ പറഞ്ഞു. നമുക്ക് വഴി പറയുമല്ലോ. അപ്പം ഞാനവിടെ വണ്ടിയെ കയറി കുറച്ച് നേരം യാത്ര ചെയ്തപ്പോൾ പുള്ളി ചോദിച്ചു അവിടെ എവിടെയാണ് പോകേണ്ടത്. അപ്പം ഞാൻ അഡ്രസ്സ് അങ്ങോട്ട് കൊടുത്തു. അഡ്രസ്സ് കൊടുത്തപ്പം പറഞ്ഞു ആ ഓഫീസിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് എന്നും പറഞ്ഞു. ആരെയാ കാണ്ടിയേ? ഞാൻ പറഞ്ഞു തോമസ് മാത്യു സാറിനെ. ഞാനാ തോമസ്. അവിടെ മിണ്ടുന്നില്ല. നിങ്ങൾ ശ്രദ്ധിക്കണം. എന്നെ ആ ഓഫീസിന് മുമ്പിൽ കൊണ്ടിട്ട് എൻ്റെ വണ്ടിയായിരുന്നു എൻ്റെ പേപ്പറെ ഒപ്പിട്ട് വെച്ച് പുള്ളി ബൈ പറഞ്ഞ് വെച്ച് കയറിപ്പോയി. എടാ നിൻ്റെ ആവശ്യം എന്താണെന്ന് അറിയുന്നവനാ ദൈവം. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാൽ ഞാൻ ഇന്ന് ഇവിടെ ഇരിക്കുന്ന ചിലരോട് ദൂത് പറയാം. ഞാൻ അകലെ നിൽക്കുന്ന ഒരു യേശുവിനെ അല്ല പ്രസംഗിക്കുന്നത്. നിനക്ക് മനസ്സിലാകാത്ത ഭാഷയിൽ നിന്റെ ദൈവം നിന്റെ അടുക്കലുണ്ട്. വിശ്വസിക്കാൻ പറ്റുമോ നിനക്ക്? നിന്റെ ഓരോ കാര്യവും ദൈവം ചെയ്തു തരും. ജീസസ് നിന്റെ കുടുംബത്തിൽ ദൈവം ചെയ്യുന്ന കണ്ട് ചിലർക്കൊക്കെ അസൂയ വരും. കർത്താവ് പറഞ്ഞു സ്തോത്രം. മുമ്പേ അവൻ്റെ എന്ത് തിന്നും എന്ത് കുടിക്കും എന്തുടുക്കും എന്നൊക്കെ ടെൻഷൻ എടുക്കുന്ന ആൾക്കൊണ്ട് പോയി 24 മണിക്കൂർ ജോലി ഇടാന്നല്ല പറഞ്ഞു. ആണോ? നീ രാവിലെ ഡ്യൂട്ടി ഓവർ ടൈമും ചെയ്യണം, എന്നിട്ട് കറക്റ്റ് ദശാംശം കൊണ്ട് സഭയിൽ അടയ്ക്കണം, അപ്പം നിനക്ക് വാതിൽ തുറക്കുന്നൊന്നുമല്ല. ദശാംശമൊക്കെ അടക്കണം, അത് വേറെ കാര്യം. ഇങ്ങോട്ട് നോക്കാം. ദശാംശമല്ല ഓഹരി. എന്നാ ദൈവത്തിന് സ്തോത്രം. കർത്താവ് പറഞ്ഞേ കേട്ടോ, ഇതെല്ലാം നിന്റെ പുറകെ. ബൈബിൾ 23-ാം സങ്കീർത്തനത്തിൻ്റെ അവസാനം കേട്ടോ, നന്മയും കരുണയും നിന്റെ ആയുഷ്കാലം ഒക്കെ. നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്മുടെ സിസ്റ്റം എന്താണെന്നറിയോ? നന്മയുടെ പുറകെ ഇങ്ങനെ പോകണം. ദൈവത്തിൻ്റെ സിസ്റ്റം അവൻ്റെ രാജ്യത്തിൻ്റെ പുറകെ ഇങ്ങനെ പോയാൽ നന്മ നിന്റെ പുറകെ ഇങ്ങനെ വരും. കൊണ്ടാ മിണ്ടുന്നില്ല. പുതിയ നിയമത്തിലൊരു വാക്യമുണ്ട്, പൗലോസ് എഴുതിയത് അവരെ അനുഗമിച്ച പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്, ആ പാറ ക്രിസ്തുവായിരുന്നു. തമ്പുരാൻ നിനക്കൊരു ഉറവ തുറന്നിട്ടാൽ നീ പോകുന്നിടത്തൊക്കെ ആ ഉറവ. ഞാൻ ഒരു ബൈബിൾ ക്ലാസ് പഠിച്ചപ്പോഴേ ആ ബൈബിൾ ക്ലാസ് പഠിപ്പിച്ച സാറ് പറഞ്ഞു, ദൈവത്തിന് സ്തോത്രം, ഞങ്ങളുടെ ബോർഡ് വരച്ച് കാണിച്ചു, തീക്കൽ പാറയെ ജലതടാകമാക്കി കഴിഞ്ഞ് ഇസ്രായേൽ മക്കൾ പോയിടത്തെല്ലാം ഇവർ ഇവിടുന്ന് കൂടാരം മാറ്റി, ദൈവം ഇവിടുന്ന് കൂടാരം മാറ്റി കോട്ടയത്തടിച്ചു. മനസ്സിലാകാൻ പറയാം, തിരുവല്ലയിൽ കൂടാരം മാറ്റി എവിടെ അടിച്ചു? അപ്പം ഈ നദി ഇവരുടെ പുറകെ വരിക. എന്നിട്ട് അവർ കൂടാരം അടിക്കുന്ന കൂടാരത്തിന് ചുറ്റും ഇത് ഒഴുകിക്കൊണ്ടിരിക്കുക. വെള്ളം കോരാൻ ഇറങ്ങണ്ട, അവിടെ ഇരുന്നുകൊണ്ട് കപ്പിയും കയറോട്ട് വലിച്ചെടുക്കാം. ഞാൻ ദൈവത്തിൻ്റെ ദൂത് പറയാ, അവരെ അനുഗമിച്ച പാറ. ഞാൻ ഭൂമിയുടെ അറ്റത്ത് പോയി പാർത്താലും നിന്നെ ഒളിച്ചിരിക്കാൻ എനിക്ക് പറ്റത്തില്ല. കാരണം എന്താ? അവിടെയും നിന്റെ കണ്ണിനെ കാണുന്നു. മനസ്സിലായവരെ ദൈവത്തിന് സ്തോത്രം ചെയ്യ്. അപ്പൊ അടുത്തിരിക്കുന്ന ആളോട് പറ, ഒന്നും വിഷമിക്കണ്ട, ദൈവം വേണ്ടതെല്ലാം കരുതുമെന്ന് പറ. ഗ്ലോറി ടു ഗോഡ്. നിന്റെ ആവശ്യം ആരറിയുന്നുണ്ട്? ഒന്ന് പറ, നിന്റെ ആവശ്യം ആരറിയുന്നുണ്ട്? ദൈവം അറിയുന്നുണ്ട്. നിന്റെ ഭാര്യയ്ക്ക് പോലും അതറിയത്തില്ല, പക്ഷെ ദൈവം അതറിയുന്നുണ്ട്. നിന്റെ ബെഡ്റൂമിൽ കൃത്യമായിട്ട് ദൈവം തരും. തിരിച്ചറിഞ്ഞ് ദൈവത്തിന് സ്തോത്രം ചെയ്യ്. റബന ഒരിക്കൽ നോർത്ത് ഇന്ത്യയിൽ സുവിശേഷ വേല ചെയ്യുന്ന ഒരു സുവിശേഷകന്റെ അനുഭവ കഥ നിങ്ങളെപ്പോലെ ഞാനിന്ന് പ്രസംഗത്തിൽ വലിയൊരു കൺവെൻഷനിൽ കേട്ടിട്ടുണ്ട്. അദ്ദേഹം നോർത്ത് ഇന്ത്യ സുവിശേഷ വേല ചെയ്യുക. കുറേ വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിന് അന്ന് രാവിലെ മീൻ വാങ്ങിക്കാൻ പൈസയില്ല. കാര്യം ഒന്നും കറി വെക്കാനില്ല, ചോറ് മാത്രമേ ഉള്ളൂ. മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ ഇരിപ്പുണ്ട്. പക്ഷേ ഒരു മീന്, ഒരു 10 രൂപയുടെ മീൻ കിട്ടിയാൽ അന്ന് കഴിക്കാം. കാര്യം തലേന്നും പട്ടിണിയായിരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. പുള്ളി താമസിക്കുന്ന വീട്ടിൽ പുള്ളിക്കാരനിങ്ങനെ, കർത്താവേ ഒരു 10 രൂപ എന്ന് പറഞ്ഞപ്പോൾ പുള്ളി നോക്കി ഒരു കാഴ്ച കണ്ടു. മേളിൽ നിന്ന് ഒരു 10 രൂപ പൊഴിഞ്ഞ് താഴെ വീഴുന്നു.
അത് നോക്കിയപ്പം ഒരു എലി ഓടിയും പോകുന്നു. പുള്ളിയുടെ അനുഭവം ഇങ്ങനായിരുന്നു. സ്തോത്രം. ആരാണ്ട്ര വീട്ടിൽ അമ്മ കിടന്ന 10 രൂപയോ എലി എടുത്തോണ്ട് ഉത്തരത്തെ കൊണ്ടിരുത്തി. പുള്ളിയുടെ ആവശ്യം അന്ന് എന്തുവായിരുന്നു? ഞാൻ കോട്ടയത്ത് ഒരു കുടുംബത്തിൻ്റെ സാക്ഷ്യം കേട്ടിട്ടുണ്ട്. ആ വീട്ടുപേര് ഞാൻ അങ്ങ് മറന്നുപോയി. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഓർക്കുമ്പോൾ ആ വീട്ടുപേര് പറയാം. ആ വീട്ടിലെ പുള്ളിക്കാരത്തി, ദൈവത്തിന് സ്തോത്രം, ഒരു തയ്യക്കാരിയാ. പുള്ളിക്കാരനൊരു ജോലിയാ. പുള്ളിക്കാരത്തി പെട്ടെന്ന് തളർന്നുപോയി. പുള്ളിക്കാരൻ കാലൊടിഞ്ഞ് ബെഡേ കിടക്കുക. അങ്ങനെ 2 പേരും 2 ബെഡേ കിടക്കുക. 3 പിള്ളേർ സ്കൂളിൽ പോകണം. 3 പിള്ളേർക്ക് വണ്ടിക്കൂലിയില്ല. ആരോടും അവർ ആവശ്യം പറയത്തില്ല. അവരൊരു ദിവസം രാവിലെ എഴുന്നേറ്റപ്പോൾ അവർ പറഞ്ഞു, രാത്രി മുഴുവൻ അവരുടെ വീടിൻ്റെ മുമ്പിലുള്ള വൃക്ഷത്തിൽ വാവലുകളുടെ ശബ്ദം കേട്ടു. നിങ്ങൾ സത്യം, രാവിലെ എഴുന്നേറ്റപ്പം വാവലിൻ്റെ ചുവട്ടി മുഴുവൻ, ഈ മരത്തിൻ്റെ ചുവട്ടി മുഴുവൻ ജാതിക്കായുടെ കുരു ഒഴിഞ്ഞു കിടക്കുന്നു. ജാതിക്കായല്ല, പകുതി നിന്ന കുരു. അപ്പം ഈ സ്തോത്രം, നിങ്ങൾ അന്ന് 7 രൂപ വണ്ടിക്കൂലി മതി 2 പിള്ളേർക്ക് സ്കൂളിൽ പോയിച്ച് വരാൻ. ഈ ജാതിക്കായുടെ കുരു പറക്കി പിള്ളേർ കോട്ടയത്തുള്ള ദൈവത്തിന് സ്തോത്രം അങ്ങാടിക്കടയിൽ കൊണ്ടു കൊടുത്തപ്പോൾ അവർ അന്ന് രാവിലെ 14 രൂപ കൊടുത്തു. എത്ര പറഞ്ഞേ? 14 രൂപ. 3.5 മാസം തളർന്ന് കിടന്നു. 3.5 മാസവും ഈ വാവല് രാവിലെ കൊണ്ട് കൊടുക്കും. ഞാൻ കഥ പറയുവല്ല, ആ വീട്ടുകാരിൽ നിന്ന് നേരിട്ട് കേട്ട കാര്യമാണ് പറയുന്നത്. എന്നവർ കട്ടിലെന്ന് എഴുന്നേറ്റോ അന്ന് വാവന്റെ വരവ് നിന്നു. ആ ദേശത്തെങ്ങും ജാതിക്കായില്ല. ഞാൻ ദൈവത്തിന്റെ ദൂത് പറയാം, നിന്റെ ആവശ്യം നീ വിശ്വസിക്കണം. നിന്റെ ദൈവം, ഓ ഹല്ലേലൂയ. ഞാൻ ആ വീട്ടുപേർ ഓർക്കുമ്പം പറയാം, വേണമെന്ന് പോയി തിരക്കിയാൽ നല്ലതാ. ഇങ്ങോട്ട് നോക്കിയാൽ ഞാനൊരു ദൂത് പറയാം. ആ വീട്ടിൽ കോൺട്രാക്ട് പണി ചെയ്യാൻ പോയ ആള് ആ വീടിൻ്റെ റിന്യൂവേഷൻ നടത്തിക്കൊണ്ടിരുന്നപ്പോൾ ആ വീട്ടുകാരൻ ആ മരത്തിൻ്റെ ചുവട്ടിക്കൊണ്ട് നിർത്തിയേച്ച് പറയാം, 3.5 വർഷം ഞങ്ങൾ കാലൊടിഞ്ഞും തളർന്നു കിടന്നപ്പം ഞങ്ങളുടെ വീട്ടിൽ ദൈവം അയച്ച വഴി. ഞാനൊരു ദൂത് പറയാം, കരയുന്ന കാക്കക്കുഞ്ഞുങ്ങൾക്ക് ഇന്ന് പകൽ ഉയരത്തിലുള്ളത് അന്വേഷിക്ക്. ദൈവത്തിന് വേണ്ടി നിൽക്ക്. നിന്റെ കുടുംബത്തിനകത്ത് നീ ചിന്തിക്കാത്ത വഴിയ തിരിച്ചറിഞ്ഞ് ദൈവത്തിന് സ്തോത്രം ചെയ്യ്. അപ്പം മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, അവയോടുകൂടെ മുമ്പേ അവന്റെ രാജ്യവും നീതി അന്വേഷിപ്പീൻ, അതോടുകൂടി ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടും. എബ്രായ ലേഖനം 13-ാം അധ്യായത്തിലെ 14-ാമത്തെ വാക്യം. ഞാൻ വാക്യത്തിലോട്ട് ചിന്ത എന്ന പദത്തിലോട്ട് വരേണ്ടിക്കൊണ്ടാണ് പോകുന്നത്. ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന നഗരമില്ലല്ലോ, വരുവാനുള്ളത് അത്രേ നാം അന്വേഷിക്കേണ്ടത്. എബ്രായർ 13. ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന നഗരമില്ലല്ലോ. ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന നഗരമില്ലല്ലോ. തിരുവല്ല നിലനിൽക്കുവോ? ഇല്ല. ഒരു ഭൂകമ്പം വന്നാൽ താഴെ പോവും. നിലനിൽക്കുന്ന ഒരു നഗരമുണ്ട്, അത് അന്വേഷിച്ചോണം. വരുവാനുള്ളത് അന്വേഷിച്ചോണം. ഏതാണ് നിലനിൽക്കുന്ന രാജ്യം? കർത്താവിന്റെ രാജ്യമാണ്. തിരിച്ചറിഞ്ഞ് സ്തോത്രം ചെയ്ത് ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന നഗരമില്ലല്ലോ. 6000 സ്ക്വയർ ഫീറ്റ് വീടുള്ളതുകൊണ്ട് കാലുമേ കാല് വെച്ച് ഞെളിയൊന്നും വേണ്ട. ഒരൊറ്റ ഭൂമി ഉലുക്കം ഉണ്ടായി 6 ലോഡ് ഇഷ്ടിക കാണത്തുള്ളൂ. മിണ്ടുന്നില്ല. 5 കോടി രൂപ ബാങ്കിലുണ്ടെന്ന് പറഞ്ഞ് ഇളകണ്ട. ശ്വാസം ഒന്ന് നിലച്ചാൽ നിന്റെ 5 കോടി വെറുതെ ആയി പോകും. ഒരാമയും വരുന്നില്ല. ഇവിടെ ഇരിക്കുന്ന ചിലരോട് പറയാം, എന്നാ വരുവാനുള്ളത് അത്രേ നാം അന്വേഷിക്കേണ്ടത്. അതുകൊണ്ട് അവൻ മുഖാന്തരം നാം ദൈവത്തിന് അവന്റെ നാമത്തെ ഏറ്റുപറയുന്ന അധരഫലം എന്ന സ്തോത്രയാഗം അന്വേഷിക്കുന്നവരെല്ലാവരും അവന്റെ അധരഫലം എന്ന സ്തോത്രയാഗം ഇടവിടാതെ അർപ്പിക്കാം. എങ്ങനെ ചെയ്യണം? ഇടവിടാതെ. എല്ലാരും ഒന്ന് സ്തോത്രം പറഞ്ഞേ. 5-6 സ്തോത്രം ഒന്ന് പറഞ്ഞേ. അയ്യോ, തിരുവല്ലക്കാർക്ക് ഇത്ര ശബ്ദം, ലൈവിലുള്ളവർക്ക് ശബ്ദമുണ്ടോ? ഒന്ന് പറയാമോ? ദൈവത്തിന് സ്തോത്രം. ഇടവിടാതെ അവന്റെ നാമത്തെ ഏറ്റുപറയുന്ന അധരഫലം. 2 കൈ ഒന്ന് ഉയർത്തിപ്പിടിച്ച് ഒന്ന് പറഞ്ഞേ, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. പറഞ്ഞേ, ശബ്ദം ഉയരട്ടെ. പറഞ്ഞേ, എന്റെ ദൈവത്തിന് സ്തോത്രം. എന്റെ ശലോമോൻ 1000 യാഗം അർപ്പിച്ചപ്പോൾ യഹോവ ഇറങ്ങിയെങ്കിൽ ഇന്ന് നിന്റെ സ്തോത്രം എന്ന യാഗത്തിനകത്ത് ദൈവം ഇറങ്ങുകയാ. ഈ ചിന്തയുടെ മേഖലയെ തിരിച്ചു വിടുന്നതാണ് ആത്മീക ശുശ്രൂഷ. ചിന്തിച്ചു പുകഞ്ഞും ഉരുകിയും ജീവിക്കുന്നവൻ്റെ അകത്ത് ഉയരത്തിലെ ചിന്ത പകരുന്നതാണ് ആത്മീക ശുശ്രൂഷ. ഒരാമയും വരുന്നില്ല. ഞാൻ ഒരിക്കൽ ഈ മീറ്റിങ്ങിന് വന്നൊരു ചെറുപ്പക്കാരൻ, ചെറിയനാടുകാരനാണ്. അവൻ്റെ വീടൊക്കെ എനിക്ക് പറഞ്ഞു തന്നു. ചെറിയനാടുന്ന് സ്തോത്രം മാവേലിക്കര റൂട്ടിൽ പോകുന്ന വഴിക്ക് ഇച്ചിരി അകത്തോട്ട് കയറി ഒരു വീടാണ്. അവൻ എന്നോട് പറഞ്ഞു, ഈ മീറ്റിങ്ങിൽ വന്നപ്പോൾ, ഇന്ന് അവൻ ദുബായിലാണ്. മീറ്റിങ്ങിൽ വന്ന് പോയപ്പോൾ എന്നോട് പറഞ്ഞു,
ഒരു 6 മാസം കഴിഞ്ഞ് എന്നെ പരിചയപ്പെടുന്നത്, ബ്രദറെ ഈ മീറ്റിംഗ് വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്തേനെ. ഞാൻ ചോദിച്ചു എന്നാ കാര്യം? ബ്രദറെ ഒരു കാര്യമില്ല, ആകെ 4 ലക്ഷം രൂപ കടം. 4 ലക്ഷം രൂപ കടത്തിന് ഞാൻ ഉറക്കഗുളിക കഴിച്ചാൽ ഉറങ്ങുന്നത്. എത്ര കടം? 4 ലക്ഷം. ഒരു കാര്യമില്ല, കിടന്ന ഉറങ്ങി 4 ലക്ഷത്തിൻ്റെ ചിന്തയാണ്. ചിന്തിച്ചു ചിലര് രാത്രി മുഴുവൻ ചിന്തയാണല്ലോ. ഈ ചിന്ത നല്ലതാ, പക്ഷെ ഉയരവുമായിട്ട് ചിന്ത കണക്ട് ചെയ്യാം. അപ്പോഴാണ് നിന്റെ അകത്ത് സമാധാനം വരുന്നത്. 3 ദൂത് നിങ്ങളുടെ മനസ്സിൽ തരാൻ പോവാ. പ്രസംഗിക്കുവാൻ സമയമില്ല. 3 ദൂത്. ഒന്നാമത്തെ ദൂത് ലൂക്കോസ് 12:29 വായിക്കണ്ട, ഞാൻ പറഞ്ഞ ചിന്തിച്ചു ചഞ്ചലപ്പെടരുത്. 2 ലൂക്കോസ് 21:34 ചിന്തിച്ച് ഭാരപ്പെടരുത്. 3 മത്തായി 13:22 ചിന്തിച്ച് ഞെരുങ്ങിപ്പോകരുത്. സ്തോത്രം. ഒന്നുകൂടെ പറയാം, ചിന്തിച്ച് ചഞ്ചലപ്പെടരുത്. 2 ചിന്തിച്ച് ഭാരപ്പെടരുത്. 3 ചിന്തിച്ച് ഞെരുങ്ങിപ്പോകരുത്. ഇന്ന് എന്നോട് ദൈവാത്മാവ് പറയുന്നു, നിന്നെ വല്ലാതെ സ്പിരിച്വൽ ലൈഫിനെ ഡിസ്റ്റർബ് ചെയ്യുന്ന ചില ചിന്താമണ്ഡലത്തിൽ വ്യാപരിക്കുന്ന ദുരാത്മാക്കളുടെ മേൽ ഇന്ന് നിനക്കൊരു ജയം തരാൻ പോവാ. തിരിച്ചറിഞ്ഞ് ദൈവത്തിന് സ്തോത്രം ചെയ്ത് ആരാധനയ്ക്ക് വന്നിട്ടും ആരാധിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും ദൈവത്തെ സ്തുതിച്ചിട്ടും നിന്റെ ചിന്താ മണ്ഡലത്തിൻ്റെ സമാധാനത്തെ കെടുത്തുന്ന ആ സ്പിരിറ്റിനെ പരിശുദ്ധാത്മാവ് പൊട്ടിക്കുക. ഓ ഹല്ലേലൂയ. തിരിച്ചറിഞ്ഞ് ദൈവത്തിനോട് സ്തോത്രം ചെയ്യ്. ഹല്ലേലൂയ. ആരോടൊക്കെയോ ദൈവാത്മാവ് പറയും, നിന്റെ ചിന്താമണ്ഡലത്തിൽ ഒരു പോരാട്ടം വ്യാപരിക്കുന്നുണ്ട്. ഞാൻ ആത്മാവിൽ കണ്ടോടാ, ആവശ്യമില്ലാതെ നിന്റെ ചിന്താമണ്ഡലത്തിൽ ചില ദുർശക്തികളെ കടത്തിവിട്ട് നിനക്ക് രോഗമാണ്, നിനക്ക് കടമാണ്, നിനക്ക് ശാപമാണ്, നിനക്ക് ബന്ധനമാണ് എന്ന് പറഞ്ഞ് നിന്നെ വല്ലാതെ നീറ്റിക്കുന്ന, പുകയ്ക്കുന്ന, തകർക്കുന്ന ആ ദുഷ്ടശക്തി സ്തോത്രം ചെയ്യണേ, ചെയ്തോണം. ഹല്ലേലൂയ. എനിക്കറിയത്തില്ല, ഇന്ന് വലിയ വിടുതലുകൾ വ്യാപരിക്കാൻ പോവുക. ഈ യോഗം ഇന്നൊരു ആന്തരിക സൗഖ്യം നടക്കാൻ പോവുക. ആത്മാവ് പറയാ, ഒന്നിനെ കുറിച്ചും വിചാരപ്പെടണ്ട, സകലതും ദൈവം ചെയ്തു തരും. ഒന്നിനെ ഗ്ലോറി ഗ്ലോറി. കണ്ടോ, ചിലരുടെ ചിന്താമണ്ഡലത്തിൽ വലിയ ഡെലിവറൻസ് നടക്കുക. നിന്റെ ബെഡ്റൂമിനകത്ത് നീ വാഹനം ഓടിക്കുമ്പം, ഒറ്റയ്ക്കിരിക്കുമ്പം, ഓ ജീസസ്, നിന്റെ ചിന്തകളിൽ വേട്ടയാടുന്ന ഓ റബര ബര 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 ബര. അടുത്തിരിക്കുന്ന അങ്ങ് കൈ കൊടുത്തേച്ച് പറ, ചിന്താമണ്ഡലത്തിൽ വലിയ വിടുതൽ നടക്കാൻ പോവാന്ന് പറ. ഈ ചിലരൊക്കെ പറയുക, യാക്കോബ് ഒരിക്കൽ പറഞ്ഞു, ഇതുവരെ ഞാൻ എനിക്ക് വേണ്ടി ഒന്നും കരുതിയില്ല, ഇനി എനിക്ക് വേണ്ടി ഞാൻ. എൻ്റെ പൊന്നു ബ്രദറെ, ഒന്ന് സമാധാനപ്പെട്. നിനക്കൊന്നും കുറയ്ക്കാതെ തന്നെ വിടത്തുള്ളൂ. ഒരാമയും വരുന്നില്ല. ഞാൻ എനിക്ക് വേണ്ടി, അതൊക്കെ ഞാൻ ആ വാക്യം എടുത്താൽ ഇപ്പൊ ഇവിടെ നിന്ന് നിൽക്കത്തില്ല. എനിക്ക് വേണ്ടി എപ്പ കരുതും, ടെൻഷൻ വേണ്ട. ഒന്നാമത്തെ ദൂത്, നിനക്ക് വേണ്ടി ദൈവം കരുതും. വിശ്വാസമുണ്ട് ആമയും പറഞ്ഞാട്ട്. ഇന്ന് യോഗം ആശീർവാദം പറയുന്നതിന് മുമ്പ് നിനക്ക് വേണ്ടി ദൈവം കരുതും. നിന്റെ സന്തതി Glory to God. Glory to God. Glory to God. എന്നോട് ദൈവം ഒരു കാര്യം സംസാരിക്കുന്നു. ഇന്ന് ചിലരുടെ ചിന്താമണ്ഡലത്തിലെ കെട്ടഴിയാൻ പോവാ. വളരെ നാളുകളായിട്ട് നിന്റെ ലൈഫിനെ ഫെയിലാകത്തക്കവണ്ണം നിന്നെ ചിന്തിച്ച് ചഞ്ചലപ്പെടുത്തിച്ച്, ചിന്തിച്ച് വരിഞ്ഞു മുറുക്കി, എത്രയോ രാത്രികള് ചുമ്മാ ഒറ്റയ്ക്കിരുന്ന് കരയുന്ന ആ ചിന്താമണ്ഡലം ഒരു ചോദ്യം ഞാൻ ചോദിക്കട്ടെ, നേരോടെ പറയണം. എനിക്ക് ചിന്താമണ്ഡലത്തിലൊരു വിടുതൽ വേണമെന്ന് പറയുന്നവരെന്ന് കൈവക്കോ, ധൈര്യമായിട്ട് പൊക്കിക്കോ. കണ്ടോ, 98% 100% ആൾക്കാരും കൈവക്കി പിടിച്ചിരിക്കുക. എന്നോട് ദൈവാത്മാ പറഞ്ഞു, ഇന്ന് നീ തിരുവല്ലായി പറയണം, എൻ്റെ ജനത്തെ എത്ര പരിശുദ്ധാത്മ ശക്തി വന്നിട്ടും, എത്ര അഭിഷേകം വന്നിട്ടും, എത്ര ദൈവകൃപ വന്നിട്ടും നിന്റെ ചിന്താമണ്ഡലത്തെ വരിഞ്ഞ് മുറുക്കിയേക്കുന്ന ചില കരിമുള്ളുകളെ വചനത്തിന്റെ വിടുതൽ പ്രാപിക്കാൻ പറ്റാതെ, അഭിഷേകത്തിന്റെ വിടുതൽ
ഓ റബ്ബല ആളിക്കത്തുന്ന തീ പോലെ ഇതിനകത്ത് അഭിഷേകം വ്യാപരിക്കുക യേശുവിന്റെ നാമത്തിൽ. യെസ്, നിന്റെ ചിന്താമണ്ഡലത്തെ വരിഞ്ഞു മുറുക്കിയ ഓ ഗ്ലോറി. സ്തുതിക്കണേ, സ്തുതിച്ചോ, സ്തുതിക്കണേ, സ്തുതിച്ചോ. നിങ്ങൾ എന്നെ ഒന്ന് നോക്കിക്കേ. ഇതിനടുക്ക് ദൂത് പറയണമല്ലോ. എന്നെ നോക്കി. ഒരു 5 വർഷം മുമ്പ് ഉള്ള ഒരു 2-3 കാര്യം മനസ്സിലൊന്ന് ഓർത്തേ. നിങ്ങൾ ആ വിഷയം സംബന്ധിച്ച് എന്തുമാത്രം കാര്യം ചിന്തിച്ചു കൂട്ടി? നിങ്ങൾ ചിന്തിച്ച എന്തേലും കാര്യം നിങ്ങൾക്ക് സംഭവിച്ചോ? പറ. ഇല്ല. അങ്ങനെങ്കിൽ ഇന്ന് ആ ചിന്ത നിർത്തണം. ഞാൻ ഇന്ന് നിന്നോട് പറയാം, ചെങ്കടലിൽ വഴിയുണ്ട്, അത് നിനക്ക് മാത്രം പോകേണ്ട വഴിയാ. ഒരാമയും വരുന്നില്ല. ചിന്തിച്ച് വ്യാകുലപ്പെടണ്ട, ചിന്തിച്ച് ചഞ്ചലപ്പെടണ്ട, ചിന്തിച്ച് ഞെരുങ്ങണ്ട. ചിലർക്ക് ഭയങ്കര ചിന്തയാ. ഈ ചിന്തിക്കുന്നവരെ നോക്കിയാൽ നമ്മൾ വണ്ടിയെ പോകുമ്പോൾ പെട്ടെന്ന് ആൾക്കാർ ഇങ്ങനെ നഖം കടിക്കുന്ന നോക്കണം. മിക്കവാറും ചിന്തിക്കുന്ന ആൾക്കാർ പെട്ടെന്ന് എന്ത് ചെയ്യും? നഖം കടിക്കും. പിന്നെ വേറെ ചിന്തിക്കുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുള്ള ഒരു സ്വഭാവമുണ്ട്. ഒരു സ്ഥലത്തോട്ട് നോക്കിയിരിക്കും. എന്നെ ഇല കണ്ടിട്ടില്ലയോ? നോക്കിയിരിക്കുക, പക്ഷേ അവിടെ മിണ്ടുന്നില്ല. ഒരിക്കൽ സഭയ്ക്കകത്തൊരു പ്രശ്നമുണ്ടാകും. ഒരു ചെറുക്കന് ഒരു പെണ്ണെ ഇങ്ങനെ നോക്കിയെന്ന് ആ പെണ്ണ് വന്ന് സഭാ സെക്രട്ടറിയോട് പരാതി പറഞ്ഞു. അവനെ യോഗത്തിൽ നിന്ന് എന്നെ ഇങ്ങനെ സെക്രട്ടറി വിളിച്ചു വെച്ചു, ചേട്ടാ നീ എന്നാ പണി കാണിച്ചു? എന്തോ അച്ഛാ, നീ ആ പെണ്ണിനെ ഇങ്ങനെ നോക്കി. എൻ്റെ തല പോകിച്ചിരിക്കുക. അപ്പോൾ ആ പെണ്ണിനെ നോക്കുന്നു. ഞാൻ പെണ്ണിനെ ഒന്നും കണ്ടില്ല, അവിടെ മിണ്ടുന്നില്ല. മനസ്സിലായി? അയാൾ വേറെ ലോകത്താ. ചെല്ലു പറഞ്ഞു, അച്ഛൻ എന്നെ നോക്കി ചിരിച്ചില്ല. എന്നെ കണ്ടോ? കാര്യം വേറെ ലോകത്തൂടാ പോന്നേ. അവിടെ മിണ്ടുന്നില്ലല്ലോ. ഭാര്യ ഭർത്താവിനോട് ചോദിച്ചു, ചാക്കോച്ചൻ നിൽക്കുന്ന കണ്ടില്ലോ? ചാക്കോച്ചനോ? എവിടെ? ഞങ്ങൾ ഒരിക്കൽ തിരുവനന്തപുരത്തിന് പോയപ്പോൾ ചെങ്ങന്നൂർ സിഗ്നലിൽ ചെന്നപ്പം ഒരു 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 പിക്കപ്പിൻ്റെ പുറകിൽ ഒരു പുതിയ നിസാങ്കാരം കൊണ്ട് ഇടിച്ചു. ഇടിക്കേണ്ട ഒരു കാര്യമില്ല. അയാൾ നിർത്തിയിട്ടേക്ക ഇയാൾ കൊണ്ട് ഒറ്റ ഇടി. ട്രാഫിക്കിൻ്റെ പോലീസുകാരനോട് ഞങ്ങൾ ഇറങ്ങി ചെന്നപ്പോൾ പോലീസുകാർ ചോദിച്ചു, എന്തോ ഡ്രൈവിംഗ് ആടാ? ഇപ്പോൾ പറഞ്ഞു, സാറേ ഞാൻ വേറൊരു കാര്യം ചിന്തിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. പോലീസുകാരൻ പറഞ്ഞു, വീട്ടിൽ പോയിരുന്ന് ചിന്തിക്കണം. എടാ ഭാഷ, നിങ്ങൾ എന്നെ നോക്ക്, പറയട്ടെ. നിങ്ങൾ ശ്രദ്ധിക്കണം. ചിന്ത ഭയങ്കര പ്രശ്നമാണ്. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞേ, അമ്മി ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റവൻ്റെ ചിന്ത സ്വർഗവുമായിട്ട് കണക്ട് ചെയ്യണം. മിണ്ടുന്നില്ല. ഇന്ന് ഇവിടെ ഇരിക്കുന്ന ചിലരോട് നിന്റെ ചിന്താഭാരം നിന്നിൽ ഇറങ്ങിപ്പോകണം. എത്ര പേര് അതിന് ആമീൻ പറയും? രോഗത്തെക്കുറിച്ചുള്ള ചിന്താഭാരം, ഫ്യൂച്ചറിനെ കുറിച്ചുള്ള ചിന്താഭാരം, നാളെയെക്കുറിച്ചുള്ള നിങ്ങൾ നാളെയെക്കുറിച്ച് വിചാരപ്പെടരുത്. നാളെ നിങ്ങളെക്കുറിച്ച് വായിച്ചിട്ടില്ലയോ? നിങ്ങൾ നാളെയെക്കുറിച്ച് വിചാരപ്പെടണം. നാളെ നിങ്ങളെക്കുറിച്ച് വിചാരപ്പെടണം. അങ്ങനെ വാക്യത്തിൽ വരാം. നിങ്ങൾ ദൂതിലോട്ട് വരാം. ആ വാക്യമൊന്നും വായിക്കാൻ പോകണ്ട, നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പം അമ്മി ഇവിടെ എഴുതിയിരിക്കുകയാണ്, അമ്മി ഉയരത്തിലുള്ളത് എന്ത് ചെയ്യണം? ചിന്തിക്കണം. ഒരു വാക്യം നമ്മുടെ മനസ്സിലോട്ട് കൊണ്ടുവരുമ്പം കുറച്ചുകൂടെ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാകും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. മർക്കോസിന്റെ സുവിശേഷം എടുത്ത് 4-ാം അധ്യായം 18-19 വാക്യങ്ങൾ. മുള്ളിനിടയിൽ വിതയ്ക്കപ്പെട്ടതോ വചനം കേട്ടിട്ട് ഇഹലോകത്തിന്റെ ചിന്തകളും ധനത്തിന്റെ വഞ്ചനയും മറ്റു വിഷയമോഹങ്ങളും അകത്ത് കടന്ന് വചനത്തെ ഞെരുക്കി നിഷ്ഫലമാക്കി തീർക്കുന്നതാകുന്നു. ചിലത് പറയുന്നൊരു കാര്യമുണ്ട്, എൻ്റെ ബ്രദറെ ഇത്രയും നാൾ വചനം കേൾക്കാൻ പോയിട്ട് എനിക്കൊരു ഗുണവും വന്നിട്ടില്ല. എനിക്ക് ഒരു ഗുണവും. പക്ഷെ അപ്പുറത്തിരിക്കുന്നവൻ പറയും, എൻ്റെ ബ്രദറെ അത് കേട്ടേ പിന്നെ ഞാൻ ഭയങ്കരമായിട്ട് രക്ഷപ്പെട്ടു. ഈ ദൈവത്തിന് വേറുകൃത്യമുണ്ടോ? ഒരേ റോയിലിരിക്കുന്ന ചാക്കോ രക്ഷപ്പെടുന്നില്ല, തൊട്ടപ്പുറത്തിരിക്കുന്ന സ്കറിയ രക്ഷപ്പെടുന്നു. അതിന് പേര് രഹസ്യം എന്നാണെന്നറിയാമോ? സ്തോത്രം പറയാം. ഈ വചനം അകത്ത് വീണാൽ ബൈബിളിൽ പറയുന്ന 100 മേനി റിസൾട്ട് ഉണ്ടാകേണ്ടത് ആ വചനം. ബൈബിളിൽ ഒരു വാക്യം, എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്നത് എൻ്റെ വചനമാണ്.
അത് വെറുതെ എൻ്റെ അടുക്കൽ മടങ്ങി വരത്തില്ല. അടുത്ത പറയാം, ഞാൻ അയച്ച കാര്യം അത് സാധിപ്പിക്കും. ഇവിടെ ഇരിക്കുന്ന ചിലരോട് ദൂത് പറയും, അവൻ വചനം അയച്ചു സൗഖ്യമാക്കും. ഇന്ന് പകൽ നിന്റെ വിടുതലിനുള്ള വചനം ദൈവം അയക്കും. നിന്റെ അനുഗ്രഹത്തിലുള്ള വചനം. യെസ്, നല്ലൊരു ആമീൻ പറഞ്ഞേ. അപ്പോൾ ചിന്താമണ്ഡലം ശരിക്കും ഫ്രീ ആകേണ്ട ആവശ്യം അതുണ്ടാകണം. എന്താ ഉയരവുമായിട്ട് ഈ ചിന്ത എന്ത് ചെയ്യണം? ഈ എപ്പോഴേലും സ്വർഗത്തിൽ പോകുന്ന കാര്യമൊക്കെ ചിന്തിക്കാറുണ്ടോ? സ്വർഗത്തിൽ ചുമ്മാ ചോദിക്കുക, കർത്താവ് വരുന്നു, കള്ളം പറയരുത്, സത്യം ഇപ്പം പറയണം. കർത്താവ് വരുന്നു, കാഹളം ഊതുന്നു, മരിച്ചവർ ഉയർക്കുന്നു, ജീവനോടിരിക്കുന്ന നമ്മൾ സ്വർഗത്തിൽ ചെല്ലുന്നു. 7 വർഷം പ്രതിഫല വിഭജനം. തിരുവല്ല സഭയൊക്കെ ആത്മാക്കളെ കൊണ്ടുവന്നവരും നുണ പറഞ്ഞവർക്കില്ല, അവർ പോകത്തില്ലല്ലോ. നിങ്ങൾ ശ്രദ്ധിക്കണം, ഇങ്ങോട്ട് നോക്കേ. പ്രതിഫല വിഭജനം. സ്തോത്രം. CB അവിടെ ചെന്നാൽ രഞ്ജിത്തിനെ കൊണ്ടുവന്നതിനൊരു പ്രതിഫലമുണ്ട്. പക്ഷെ ചെല്ലേണ്ട ജോലി ആരുടെയാ? CBയുടെയാ. CB കേൾക്കുന്നുണ്ടോ ഇല്ലയോ? നിങ്ങൾ എന്നെ നോക്കിയേ. ഞാൻ നിങ്ങളെ മുഴുവൻ പേരെ നടത്തിയേച്ച് സ്വർഗത്തിൽ ഞാൻ പോകേണ്ട കാര്യം ആരുടെ ചുമതലയാ? എൻ്റെ മാത്രം. അവിടെ മിണ്ടുന്നില്ല. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. അപ്പം സ്വർഗത്തിൽ ചെല്ലുന്നു. 7 വർഷം കഴിയുമ്പം കർത്താവ് സമയം കൂടെ ഭൂമിയിലോട്ട് വരുന്നു. ഒലിവുമല പിളരുന്നു. പഴയ പാമ്പായ പിശാചിനെ പിടിച്ചു ചങ്ങലക്കിടുന്നു. നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. സ്തോത്രം. പിന്നെ 1000 ആണ്ട് വിശുദ്ധന്മാർ. ഈ 2024 ഒരു ദിവസമെങ്കിലും ഇങ്ങനെ ചിന്തിച്ചിട്ടുള്ള ഒരു കൈപൊക്കിക്ക് ഉണ്ടോ? 3 പേര്. നിങ്ങൾ സാധിക്കുക ചിന്തിച്ച് പല വിഷയത്തിൽ ചിന്തിച്ച് രാത്രി ഉറങ്ങാതെ കിടന്നിട്ടുള്ളവരുന്ന് കൈപൊക്കിക്ക്. സത്യം പറ ഉണ്ടോ? അത് 99% ആൾക്കാരാണ്. ഉണ്ടോ? പ്രശ്നം മനസ്സിലായോ? ഞാൻ നിങ്ങൾ ബൈബിളിൻ്റെ സിസ്റ്റം. എൻ്റെ കടവാരി വിട്ടു, എൻ്റെ രോഗം ആരും സൗഖ്യമാക്കും, എനിക്കാരുണ്ട്? സ്വത്രം. ഞാൻ വിളിച്ചാൽ പാപ്പച്ച ഫോൺ എടുക്കുന്നില്ല. എടാ ഞാൻ വിളിച്ചാൽ രമേശ് ഫോൺ എടുക്കില്ല. എടാ 333 വിളി മേളിൽ റെഡിയാ. 30 എന്നെ വിളിച്ചപേക്ഷിക്ക. ഞാൻ മറക്കല്ല, 333 തൊട്ടേച്ച് പറ. നമ്പർ മറക്കല്ല, 333 തൊട്ടേച്ച് പറ. 300 അങ്ങനെ തെറ്റിയോ? 33 എന്നെ വിളിച്ചപേക്ഷിക്കാം. അല്ലല്ല, 33-3. 3. പിന്നെ ഞാൻ 333 പറഞ്ഞപ്പോൾ നിങ്ങളെല്ലാം കൂടെ എന്നെ കൊല്ലാൻ വരുന്ന പോലെ നോക്കുന്നത് എന്തിനാ? നമ്പർ തെറ്റരുത്. അയ്യോ ബ്രദറെ, ഞാൻ പാപ്പച്ചനെ വിളിച്ച് എടുത്തില്ല, സൗകര്യമില്ലായിരുന്നു പോയി എടുക്കാൻ. ചിന്നമ്മ വിളിച്ച സൗകര്യമില്ലായിരുന്നു. പക്ഷെ 333 റെഡിയാ. ഡയല് വിളിക്കുകയും മേളിൽ കോൾ എടുക്കുകയും ഒരാമ്യം വരുന്നില്ല. ഞാനിവിടെ ഇരിക്കുന്ന ചിലരോട് ദൂത് പറയുക, ഉയരവുമായിട്ട് കണക്ട് ചെയ്യേ. അബ്രഹാം മോനെ കെട്ടിപ്പിടിച്ചോണ്ട് എടാ നിന്നുമ്മ കൊടുക്കുക. എടാ സാറായോട് എന്തോ പറയും, ലവ് യു, കെട്ടിപ്പിടിക്കുന്നു. ഒന്നുമല്ല, അവൻ്റെ കണ്ണിങ്ങനെ പതറുക. എവിടോ തമ്പുരാൻ കരുതി വെച്ചിട്ടുണ്ട്. ഉയരവുമായിട്ട് കണക്ട് ആയാൽ നീ 100% ടെൻഷൻ ഫ്രീ ആവും. ടെൻഷൻ ഫ്രീ ആണോ? 100% ടെൻഷൻ ഫ്രീ ആണോ? ഉയരവുമായിട്ട് ചിന്ത കണക്ട് ചെയ്യണം. നിങ്ങൾ ഇനി ഞാനൊരു കാര്യം പറയാം. നമ്മളൊരു രാത്രി മുഴുവൻ ചിന്തിച്ചാൽ നമ്മുടെ കടം മാറുമോ? പറ. ഒരു രാത്രി മുഴുവൻ ചിന്തിച്ചാൽ നിനക്ക് തിരുവല്ലായിൽ ഒരാൾ 1 ഏക്കർ ഭൂമി, അതിനകത്ത് 6000 സ്ക്വയർ ഫീറ്റ് വീടും തരുമോ? പറ. ഇല്ല. സ്വർഗവുമായിട്ട് ചിന്തിച്ചാൽ മേളിയിരിക്കുന്നവൻ കനിയും. കർത്താവിന് തോന്നിയടാ ഇവനെ എന്തൊക്കെ ഇല്ലേലും എന്നെയാണ് ഇവൻ്റെ ചിന്ത. എൻ്റെ പക്കൽ ധനമുണ്ട്, എൻ്റെ പക്കൽ മാനമുണ്ട്. ബാക്കി പറ. എൻ്റെ പക്കൽ പുരാതന സമ്പത്തുണ്ട്. എന്നെ സ്നേഹിക്കുന്നവന് വസ്തുവക അവകാശമായി കൊടുക്കും. ചിന്ത ഉയരവുമായിട്ട്. സ്തോത്രം. ഞാൻ പ്രസംഗം നിർത്തുക, ബാക്കി അടുത്ത ആഴ്ച പറയാം. തൊട്ടേച്ച് പറ, ചിന്ത ഉയരവുമായിട്ട് കണക്ട് ചെയ്യണം. റെഡിയാണോ? റെഡിയാണോ? ഞാനൊരു കാര്യം പറയാം. ഇന്ന് ഒന്നാമത് നടക്കേണ്ട വിടുതൽ നിന്റെ ചിന്താമണ്ഡലത്തിലാണ്. ഈ നമുക്ക് എന്തെങ്കിലും വിഷമമൊക്കെ ഉണ്ടാകുമ്പോഴേ, സ്തോത്രം. ഞാൻ ഒരിക്കൽ ഒരു ഹസ്ബൻഡിന് ആക്സിഡൻ്റ് ഉണ്ടായിട്ട് ആ ഭാര്യ കിടന്ന് അലറി കരയുക. അലറി കരയുമ്പോൾ
ഭാര്യയുടെ അടുക്കൽ, ഈ സ്ത്രീയുടെ അടുക്കൽ അവരുടെ നാത്തൂൻ ചെന്നിട്ട് ചോദിക്കുക, എടീ കരയുന്നതന്നെ വിളിച്ചു ചോദിക്കുക, എടീ വസ്തു വിറ്റ കടമൊക്കെ തീരുവോടി? പുള്ളി ചാകം കിടക്കുക. വസ്തു വിറ്റ പുള്ളിക്കാരത്ത് പറഞ്ഞു, നാത്തോനൊന്നും മിണ്ടാതിരിക്കും, മനുഷ്യൻ ചങ്ക് പൊട്ടി നിങ്ങളാ വസ്തു വിൽക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കണം. ഞാൻ നിന്നെ 100 ഡിഗ്രി, ചില ആൾക്കാർ പറയും ഇങ്ങനൊക്കെ ഇരുന്നാൽ മതിയോ, എല്ലാം തീരാൻ പോവല്ലയോ എന്ന് പറയുമ്പം പറയണം, ഒന്നും തീരത്തില്ല, ഒന്നും തീരത്തില്ല. കാര്യം ചിന്ത ഇങ്ങനെ ഉയരവുമായി ഗ്ലോറി. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം, നിങ്ങൾ എന്നെ ശ്രദ്ധിക്കുക. കഴിഞ്ഞ ദിവസം ഞാൻ എവിടെയോ പ്രസംഗിച്ചോ പറഞ്ഞു, അതുകൂടെ പറഞ്ഞ് നിർത്താം. ഒരു ഉയർച്ചയിൽ നിന്ന് നീ താഴ്ച പോയാൽ ആ താഴ്ചയെ നീ മൈൻഡ് കൊണ്ട് അക്സെപ്റ്റ് ചെയ്താൽ ഒരിക്കലും നീ കയറി വരത്തില്ല. എത്ര താഴ്ച പോയാലും ഞാൻ പൊങ്ങി വരും, ഞാൻ ഉയർന്നു വരുമെന്ന് ചിന്തിച്ച് പ്രാർത്ഥിച്ചാൽ ആ ബ്ലോക്ക് ദൈവം പൊട്ടിച്ചു തരും. നിന്റെ ആരോഗ്യം എത്ര തളർന്നു പോയാലും ഞങ്ങൾ ഇന്നലെ ഒരു കാഴ്ച കണ്ടു. യോഗത്തിന് 1-ാം ദിവസം ഒരു പുള്ളിക്കാരന് 2.5 വർഷം മുമ്പ് കാലയിൽ ഒരു വടു വന്ന ഒരു മുറിവ് വന്ന, അത് പഴുത്ത് ഈ പരുവത്തിലായി. പുള്ളിക്കാരൻ ഈ കാലെടുത്ത് മറ്റൊരു കസാറ വെച്ചോണ്ട് ഫുള്ള് ബാൻഡേജ് കെട്ടിക്കൊണ്ടിരിക്കുക. 1-ാം രാത്രി. 2-ാം രാത്രി ഞങ്ങൾ വന്നപ്പോൾ പകുതി ബാൻഡേജേ ഉള്ളൂ. ഇന്നലെ വന്നപ്പോൾ ഒരു ബാൻഡേജും ഇല്ല. ഇന്നലെ ആ യോഗത്തിൽ ഏറ്റവും കൂടുതൽ തുള്ളിച്ചാടിയ പുള്ളിയാണ്. എന്താ ശ്രദ്ധിച്ചായിരുന്നോ? മുമ്പിലെത്ത് ഞാൻ ഓർത്ത് ആ പുള്ളിക്കാരൻ മുണ്ടൊക്കെ കൊടുത്തോണ്ട് വന്നേ. ഞാൻ ഓർത്ത് എൻ്റെ ദൈവമേ, പുള്ളി നിയന്ത്രണം വിട്ടിരിക്കുക. കാരണം എന്താണെന്നറിയോ, പുള്ളി അന്ധകാരമായിരുന്നു ഇന്നലത്തെ പ്രസംഗം. ഇന്നലത്തെ പ്രസംഗത്തിനിടയിൽ ആ പുള്ളിക്കാരൻ്റെ കാലിൽ നിന്ന് ചോര വരും. പുള്ളി പറഞ്ഞ് നടന്ന രക്തം വരും. പുള്ളി അവിടെ 45 മിനിറ്റ് നൃത്തം ചെയ്ത് ആരാധിച്ചിട്ട് ഒരു ചോര പൊടിഞ്ഞില്ല. ജീസസ്, ഞാൻ എന്തിനാ ഇതൊക്കെ പറയുന്നേ? ജീസസ്, ഇന്ന് പകൽ ഉയരവുമായിട്ട് ചിന്ത കണക്ട് ചെയ്താൽ നിന്റെ കടബാധ്യത വീടാനുള്ള വഴി വേറെയാ. ഓ, നല്ലൊരു ഹല്ലേലൂയ പറ. ഞാൻ എൻ്റെ ഒരു അനുഭവം നിങ്ങളോട് പറയാം. ഒരു രാജ്യത്തു നിന്ന് ഒരാൾ എന്നെ ഫോൺ വിളിച്ചു, പാസ്റ്ററെ, ജീസസ് പാസ്റ്ററെ, ഞങ്ങൾക്ക് ഒരു 2 മണിക്കൂർ കാണണം പാസ്റ്റർ, എറണാകുളം വരെ എന്ന് വരാം. അപ്പം ഞാൻ അവരോട് പറഞ്ഞു, ഫ്രൈഡേ ഈവനിങ് 4 o'clock ഞാൻ എറണാകുളം വരാം. ശരി, ഞങ്ങൾ ഇപ്പോൾ വിളിക്കാം. കുറച്ച് കഴിഞ്ഞപ്പോൾ അവരെന്നെ വിളിച്ച് ചോദിച്ചു, 5 ആക്കാവോ? ആക്കാം. എവിടെ നിന്നൊന്നും പറഞ്ഞില്ല. അവരെന്നൊക്കെ ഒരു ഹോട്ടലിലെ ബുക്കിംഗ് റൂം സ്ലിപ്പ് അയച്ചു തന്നു. ഞാൻ എൻ്റെ വണ്ടിയിൽ അവിടെ ചെന്നപ്പം ഒരു രാജ്യത്തു നിന്നൊരു ബിസിനസ് ഗ്രൂപ്പാണ്. അവർ ഫ്ലൈ ചെയ്ത് പ്രാർത്ഥിക്കാൻ വന്നിരിക്കുക. 6 പേരുണ്ട്. ഒരു 5 സ്റ്റാർ ഹോട്ടലിനകത്ത് ഒരു റൂം എടുത്ത് വട്ടം ഇരിക്കുക. ഞാൻ ചോദിച്ചു, എന്തുവാ പ്രശ്നം? ഞങ്ങൾ 5 പേർ ചേർന്ന ബിസിനസ് ഭയങ്കര പ്രോഫിറ്റഡായിരുന്നു. ആ ബിസിനസ് ഇപ്പോൾ കൊമ്പ് കുത്തി 70 കോടി രൂപ കടവായി. ഞാൻ ചോദിച്ചു, വന്ന എന്തിനാ? ഇതിൽ നിന്ന് ഞങ്ങൾ രക്ഷപ്പെടാൻ എന്തോ ചെയ്യണമെന്ന് പ്രാർത്ഥിച്ച് പറയണം. ഗ്ലോറി ടു ഗോഡ്. ഞങ്ങൾ പ്രാർത്ഥനയ്ക്കിരുന്നു. നിങ്ങൾ മനസ്സിലായോ? 70 കോടി കടം കയറിയാൽ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കത്തുള്ളൂ. ഇന്ത്യൻ റുപ്പിയ പറയുന്നത്. ആ രാജ്യത്തിൻ്റെ അറംസ് വരുമ്പോൾ അത്ര വരത്തില്ല. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. 70 കോടി കടം കുട്ടിയവന് മൂക്ക് കുത്തണം. 2 മണിക്കൂർ പ്രാർത്ഥിച്ചു. ദൈവം അവരോട് പറഞ്ഞു, നിങ്ങൾ അവിടെ ചെന്ന് ഒരു ഉപവാസം ഇരിക്കണം 3 ദിവസം. ആ ഉപവാസത്തിനിടയ്ക്ക് ഒരു വഴി തുറക്കും. അന്ന് നിങ്ങളുടെ പകുതി ഫൈനാൻഷ്യൽ പ്രോബ്ലം തീരും. ഇതായിരുന്നു ദൈവത്തിൻ്റെ ദൂത്. സ്തോത്രം. ഞാൻ 5 മണിക്ക് 7 മണിക്ക് അവിടെ നിന്ന് പോന്നു. അവർ 7 മണിക്ക് എയർപോർട്ടിൽ പോയി. 10-ന്റെ ഫ്ലൈറ്റിൽ അവർ തിരിച്ച് ആ രാജ്യത്തേക്ക് പോയി. 4 മണിക്കൂർ ഇങ്ങോട്ട് ഫ്ലൈ ചെയ്ത് 4 മണിക്കൂർ അങ്ങോട്ട് ഫ്ലൈ ചെയ്ത് വന്നത് ഒരു ദൈവശബ്ദം കേൾക്കാനാണ്. അവർ പോയി 3 ദിവസം ഉപവാസം ഇരുന്നു. 7-ാം ദിവസം എന്നെ ഫോൺ വിളിച്ചു വെച്ച് പറഞ്ഞു, ഞങ്ങൾ ഇന്നൊരു പുതിയ കോൺട്രാക്റ്റ് സൈൻ ചെയ്തു. അതിൻ്റെ പ്രോഫിറ്റ് വെച്ച് നോക്കിയാൽ ഞങ്ങളുടെ കടവും വീടി കുറച്ച് ലാഭവും ഉണ്ടാവും. അവർ തന്ന അഡ്വാൻസ് കൊണ്ട് ഞങ്ങൾ ഏകദേശം മിക്കവാറും കടങ്ങളൊക്കെ തീർത്തു കഴിഞ്ഞു.
എനിക്കൊരു കാര്യം മനസ്സിലായി. അന്ന് ഞാൻ 1000 പേരുടെ അനുഭവം വെച്ച് പറയാം. നീ എത്ര വലിയ തകർച്ചയിൽ വീണാലും ഉയർന്നു വരുമെന്ന് പറയണം. ഒരാമയും വരുന്നില്ല. വേണേ പറഞ്ഞോ, ഞാൻ താഴ്ചയല്ല. ബാക്കി പറ, ഞാൻ താഴ്ചയല്ല. ഓ, വചനമാ പറയുന്നേ. ഇന്ന വചനം പറയണമെന്നൊന്നുമില്ല. നിന്റെ വായി തരുന്ന വചനം പറ. ഞാൻ താഴ്ചയല്ല. സഭയൊന്നിച്ച് പറഞ്ഞ ഞാൻ താഴ്ചയല്ല. ഓ, ലൈവിൽ കാണുന്നവർ ഒന്നിച്ച് പറഞ്ഞ താഴ്ചയല്ല, ഉയർച്ച തന്നെ പ്രാപിക്കും. ഇവിടെ നോക്കിയേ, 33 കോടി രൂപ കടമുള്ള ഒരു ബ്രദർ എന്നെ കാണാൻ വന്നു. നിങ്ങൾക്കറിയാം, മോറ്റുപുഴ സഭയിൽ നിൽക്കുന്ന ജോർജ് ബ്രദറിന്റെ കാര്യമാണ് പറയും. എന്നെ കാണുമ്പോൾ പുള്ളിയുടെ കട 33 കോടി രൂപയാണ്. ഞാൻ പുള്ളിയോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാൻ പുള്ളിയുടെ വീട്ടിലോട്ട് പ്രാർത്ഥനയ്ക്ക് ചെല്ലുമ്പോൾ പുള്ളിയുടെ വീടിന് മുമ്പിൽ നീളത്തിൽ പന്തൽ കെട്ടി ആൾക്കാർ ധരണ നടത്തുക. അതിൻ്റെ സൈഡിൽ കൂടെ ഞാൻ ബൈബിളും പിടിച്ച് അകത്തോട്ട് പോയത്. നിങ്ങൾ ശ്രദ്ധിക്കണം. കുറച്ച് ദിവസം കഴിയുമ്പോൾ അവരുടെ വീട് ജപ്തി ചെയ്തു. അപ്പോഴത്തേക്ക് അവർ 2 സ്പിരിച്വലി സ്ട്രെങ്തായി കഴിഞ്ഞു. സ്തോത്രം. ശ്രദ്ധിച്ച് കേൾക്കണം. അവരെ സ്ട്രെങ്തൻ ചെയ്യാനാണ് ഹോളി സ്പിരിറ്റ് ഞങ്ങളെ അയച്ചത്. ആ സ്ത്രീ ഒരു പ്രാർത്ഥനാപരമുള്ള ആളാണ്. വണ്ടിയെല്ലാം വിളിച്ച് സാധനമെല്ലാം കയറ്റാൻ നേരത്ത് ആ പുള്ളിക്കാരത്തി ഭർത്താവിനോട് പറഞ്ഞു, ഒരു സാധനം കയറ്റണ്ട, നമുക്ക് ഇടാനുള്ള ഡ്രസ്സ് എടുത്ത് ഇറങ്ങാമെന്ന് പറഞ്ഞു. ഞാൻ എന്നാ കാര്യം, നമ്മൾ തിരിച്ചിങ്ങോട്ട് വരുമെന്ന് പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നെന്ന് പറഞ്ഞു. മിണ്ടുന്നില്ല. അവരാ വീട്ടിൽ നിന്ന് ഇറങ്ങി. 2.5 വർഷം മൂവാറ്റുപുഴ ബാങ്ക് തല കുത്തി നിന്ന് ആ വീട് വിൽക്കാൻ. ആർക്കും ആ വീട് വേണ്ട. സാധനം ബാങ്ക് മാനേജർ വിളിച്ചു വരുത്തി പറഞ്ഞു, ജോർജ് മാസം എത്ര രൂപ വെച്ച് തരാം. ജോർജ് ഒരു വില ഇട്ടു, അത് ഇത്ര വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞു. താക്കോല് തിരിച്ച് ജോർജിൻ്റെ കൊടുത്തു. അതേ വീട്ടിൽ ജോർജ് കയറി. ഇന്ന് ജോർജ് മുഴുവൻ കടവും തീർന്നവനായിട്ട് നിൽക്കുക. ഞാൻ എന്തിനായി ദൂത് പറയുന്നേ? ഈ കടത്തിനിടയിൽ അവരുടെ കുഞ്ഞുങ്ങളുടെ വിവാഹം രാജകീയമായി നടന്നു. ഞാനൊരു വെളിപ്പാട് നിന്നോട് തുറന്നു പറയാം. എത്ര താഴ്ചയിൽ നീ പോയാലും ഉയർന്നു വരുമെന്ന് ഞാൻ ഒരാളുടെ അനുഭവം വെച്ചല്ല. ഞങ്ങൾ 1000-ങ്ങളെയാ ഒരു വർഷം കാണുന്നത്, ലക്ഷങ്ങളെയാ കാണുന്നത്. പലരും ഞങ്ങളോട് അനുഭവങ്ങൾ പറയാറുണ്ട്. നീ തകർന്നു പോയാൽ ഉയർന്നു വരുമെന്ന് പറയണം. റെഡിയാണോ ദൂത് സ്വീകരിക്കാൻ? ദൂത് സ്വീകരിക്കാൻ റെഡിയാണോ? എനിക്കറിയത്തില്ല. പരിശുദ്ധാത്മാവ് ഇന്ന് വലിയ കാര്യങ്ങൾ ചെയ്യാൻ പോവാ. ഇതുവരെ നടക്കാത്ത ചില ദൈവപ്രവൃത്തി ഇന്നത്തെ പ്രാർത്ഥനയെ നടക്കാൻ പോവാ. വിശ്വസിക്കുന്നവരെ രാമീം പറഞ്ഞ് 2 ദൂതേ പറഞ്ഞോളൂ. ഒന്ന്, ഉയരത്തിലുള്ളത് അന്വേഷിക്കണം. ഒന്നായി കൈ കൊടുത്ത് പറ, ഉയരത്തിലുള്ളത് ചിന്തിക്കണമെന്ന് പറ. ഉയരത്തിലുള്ളത് ചിന്തിക്കേണ്ടത് എന്താണ്? നിങ്ങൾക്കറിയാമോ? ഒരാൾ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ എല്ലാം ഉയരത്തിലുള്ള കാര്യമാണ് നടക്കുന്നത്. ശ്രദ്ധിക്കണം. ഉയരത്തിൽ രക്ഷിക്കപ്പെട്ടൊരു ദൈവത്തിൽ ഏറ്റവും കൂടുതൽ പറയുന്നത് ഹല്ലേലൂയ ആണോ? നിങ്ങൾ പറയാറുണ്ടോ? എന്നാ പിന്നെ ഒരു ഹല്ലേലൂയ പറഞ്ഞ്. അത് ഭൂമിയിലെ ആണോ സ്വർഗത്തിലെ ആണോ? പോരാൻ നേരത്ത് ഞങ്ങൾ 3 പ്രാവശ്യം പറയിച്ചിട്ടേ വിടത്തുള്ളൂ. എന്തുവാ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാരും പറഞ്ഞില്ല. ഒന്നുകൂടെ, ഹല്ലേലൂയ. നീട്ടി ഒരു ഹല്ലേലൂയ. എന്തിനാ പറയുന്നത്? ഇത് എവിടുത്തെയാ? മേളത്തെയാ? താഴത്തെയല്ല. ഇത് കേൾക്കുമ്പോഴാ ചെറുക്കൊക്കെ ദീനം. അവന് ദീനം ഉണ്ടാകട്ടെ. എന്താ ഇത്? മേളിലത്തെ ഭാഷയാ. ഇനി 2, ഏറ്റവും കൂടുതൽ ദൈവമക്കള് വീട്ടിൽ പ്രാർത്ഥനയ്ക്ക് പറയുന്നതാണ് അന്യഭാഷ. എന്തുവാ? പറ. എപ്പോൾ തീരുന്നു എനിക്കറിയത്തില്ല. എന്തുവാ? അന്യഭാഷ. അതെവിടുത്തെയാ? പറ. നീ സങ്കീർത്തനത്തിനിടക്കത്തെ 119 ഇടക്കത്തെ പഠിച്ചോട്ട് വന്നാണോ? കേട്ടോ, അങ്ങനെ പഠിച്ചോട്ട് പറയുന്നവർ വല്ലതും ഉണ്ടെങ്കിൽ അന്യാത്മിയാ, ഓർത്തോണം കേട്ടോ. മിണ്ടുന്നില്ല. ഒരിക്കൽ ഞാൻ ഒരാളെടുക്ക ചെന്നപ്പം പുള്ളി എണ്ണയുടെ പേര് പറയാം. ധന്വന്തരം, സകലരാതി, ക്ഷീരബലം, ക്ഷീരബലം. ഞാൻ നിർത്തലാന്ന് പറഞ്ഞു കേട്ടോ. മിണ്ടുന്നില്ല. മനസ്സിലായോ? കാണാതെ പഠിച്ചൊന്നും ആരും അന്യഭാഷ പറയരുത്. അങ്ങനെ ഒരു അന്യഭാഷ ഇല്ല ബൈബിളിൽ മേളിൽ നിന്ന് തരുന്നതേ പറയാവൂ കേട്ടോ. മിണ്ടുന്നില്ല. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ട് ഞാൻ ഇന്ന് വിളിക്കുന്നത്. അപ്പം അന്യഭാഷ പറയുന്നത് എവിടുത്തെയാ? പൗലോസ് പറയാ, അന്യഭാഷ സംസാരിക്കുന്നവൻ മനുഷ്യനോടല്ല, അവർ തനിക്കു തന്നെ ആത്മിക വർധന വരുത്തുന്നു. ഒരാമയും പറഞ്ഞാട്ട്. അപ്പം ഞാൻ ദൂത് പറയുക. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം, ഇച്ചിരി ഗഹനമായിട്ട് പറയുക. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഏറ്റവും കൂടുതൽ പറയുന്നത് എന്തുവാ? അന്യഭാഷ. പിന്നെ ഏറ്റവും കൂടുതൽ പറയുന്നത് എന്തുവാ? ഹല്ലേലൂയ. ഉണ്ട്. ഇടയ്ക്ക് നുണ പറയുന്നത് അത് പുസ്തകത്തിലില്ല. മിണ്ടുന്നില്ല. അപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ പറയുന്ന ഭാഷ ഹല്ലേലൂയ. പിന്നെ പറയുന്നത് അന്യഭാഷ.
പിന്നെ സ്തോത്രം ശ്രദ്ധിച്ച് കേൾക്കണം. ഹല്ലേലൂയ. സ്വർഗത്തിൽ നിന്ന് ബൈബിളിൽ വാക്യമുണ്ട്. ദൈവത്തിന് സ്തോത്രം. അവർ സ്വർഗീയ ദാനങ്ങൾ ആസ്വദിച്ചു. സ്വർഗീയ ദാനം നമ്മളെപ്പോഴും ആസ്വദിക്കുന്നത് എന്തുവാ? ഹല്ലേലൂയ. സ്വർഗീയ ദാനങ്ങളാണ്. എല്ലാ ആഴ്ചയും ദൈവം തന്ന നന്മകൾ ഓർത്തങ്ങ് പറയുക, കർത്താവേ അവൻ എനിക്ക് ഇന്ന അനുഗ്രഹം തന്നു. ചിലരൊക്കെ പല്ല് കടിക്കുക, ദുഷ്ടം പല്ല് കടിച്ച് ഉരുകട്ടെന്നാ. ആരെങ്കിലും പല്ല് കടിക്കുന്നുണ്ടെങ്കിൽ നീ നിർത്തരുത്. ഞാൻ നിന്നോട് പറയാം, ഞാൻ കർത്താവിനെ വിളിക്കാൻ ഇറങ്ങി, കർത്താവ് എന്നെ അനുഗ്രഹിച്ചു. ഈ പുസ്തകം എടുത്തുടങ്ങി ദൈവം എന്നെ അനുഗ്രഹിച്ചു. അത് ആരുടെ മുമ്പിലും ഞാൻ പറയും. അപ്പം ഉയരത്തിലുള്ള അന്വേഷിക്കണം എന്നുള്ള 14 കാര്യമുണ്ട്. അതൊരു ദിവസം 1 by 1 ആയിട്ട് പറയാം. അത് എഴുതി നിങ്ങൾക്കെല്ലാം തരാം. DTP എടുത്ത് തരാം. വീട്ടിൽ കൊണ്ട് വച്ചേക്കണം. പറഞ്ഞാൽ പോരാ. എന്നിട്ട് എപ്പോഴും ഓർത്തോളം ഞാൻ സ്വർഗത്തിൻ്റെ പ്രൊഡക്റ്റാ. എന്തുവാ? നമ്മളിവിടെ എന്തുവാ? പരദേശിയാണ്. നമ്മളിവിടെ പരദേശിയാണ്. നമ്മളങ്ങ് പോവും. ഞാൻ പണ്ടൊക്കെ പറയാറുണ്ട്, രക്ഷിക്കപ്പെട്ടവരുടെ വീടെടുക്കുക. താമസിച്ച കർത്താവ് വരുമ്പം വീട് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും. രക്ഷിക്കപ്പെട്ടവരുടെ വീടെടുത്ത് താമസിച്ചാൽ മതി. ഉണ്ടെന്നില്ല. കാര്യം എന്താ? രക്ഷിക്കപ്പെട്ട എല്ലാവരും പോവും. സ്നാനമായിട്ട് എല്ലാവരും പോവും. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച എല്ലാവരും പോവും. നിങ്ങൾ പോവോ? നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പം യേശു പറഞ്ഞൊരു കാര്യമുണ്ട്. അതെല്ലാം പറയാൻ പോയത് നിർത്താം. നിങ്ങൾ പുഴുവും തുരുമ്പും കെടുത്താത്ത സ്വർഗത്തിൽ നിക്ഷേപിക്കുകയും. അപ്പോൾ സ്വർഗത്തിൽ പോകുന്നവരെ അവിടെ ഇപ്പം പാപം ചെയ്തിട്ട് സ്തോത്രാഴ്ച ഇടാതിരിക്കുന്ന നല്ല കാര്യം പോകുകയല്ലോ. ഇവിടെ മിണ്ടുന്നില്ല. ആരെങ്കിലും ഉപദേശിച്ച ഒരു സ്തോത്രാഴ്ച വേണ്ടത്? പാപം ചെയ്യുന്നവൻ ഇടാതിരിക്കുന്ന വാഴക്കൊല മൂട്ടിച്ച് അതിൻ്റെ ദശാംശം പാർശ്വക്ക് ഇരിക്കട്ടെ, കൊടുക്കരുത്. ഇവിടെ മിണ്ടുന്നില്ല. നേരെയുള്ളവനായി ഓഹരി കൊടുക്കണ്ടേ? ഇവിടെ മിണ്ടുന്നില്ലല്ലോ. കമ്പനിയിൽ നിന്ന് വെട്ടിച്ച് 5 ലക്ഷം രൂപ എന്നാൽ കർത്താവ് ആ ബന്ധനായിട്ട് പാർശ്വക്ക് ഒരു 25,000 കൊടുത്തേക്കാം. വാങ്ങിക്കുന്ന പാർശ്വക്ക് കുഴപ്പമാണ്. ഇവിടെ മിണ്ടുന്നില്ല. അന്ന് വണ്ടിക്ക് 30,000 രൂപ പണി വന്നു. നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. ഇത് ചെറിയ കളിയല്ല. നിങ്ങൾ വിചാരിക്കുന്ന ഇതൊരു ചെറിയ കളി അല്ല. യഥാർത്ഥമായി രക്ഷിക്കപ്പെട്ടവൻ വേണം ഇതെല്ലാം ചെയ്യുക. സോറി, നാളെ ഒരു പാസ്റ്റർ എന്നോട് പറഞ്ഞു, നീ എന്നെ ഭയങ്കര സ്നേഹം എന്നോട് പറഞ്ഞു, മോനെ നീ പോയി വല്ല ഒരു ചർച്ചയൊക്കെ തുടങ്ങി ആത്മാക്കളെ രക്ഷിച്ച് സ്വർഗത്തിൽ പോയി. ഞങ്ങളൊന്നും പോവുകയില്ല. പുള്ളി പറഞ്ഞു ഞങ്ങളൊന്നും. അയ്യോ, ഞാൻ പുള്ളിയെ ഓർത്തങ്ങ് സ്തോത്രം പറയാം. പുള്ളിക്ക് പോകത്തില്ലെന്ന് മനസ്സിലായല്ലോ. മിണ്ടുന്നില്ല. അപ്പം നിങ്ങൾ സ്വർഗത്തിൽ ഈയിടെ ഒരു അച്ഛനെ ഞാൻ കണ്ടു. ഞാൻ ചോദിച്ചു, അച്ഛാ ഇപ്പം കാണുന്നില്ലല്ലോ. അതെ, ഞാൻ വസ്തുവൊക്കെ വിറ്റു. അയ്യോ, ഞാൻ പറഞ്ഞ എല്ലാം അമേരിക്കയിലോട്ട് വിട്ടുകൊണ്ടിരിക്കുക. എന്നാ കാര്യം? ഞാൻ പോവാ. അമേരിക്ക പോകാത്തതിന് ഇവിടുന്ന് കാശ് അമേരിക്കക്ക് അയച്ചിട്ട് കാര്യമുണ്ടോ? അമേരിക്കക്കാരും ഉണ്ടോ? സ്വർഗത്തിൽ പോകാത്ത നീ സ്വർഗത്തിലോട്ട് സ്തോത്രാഴ്ച ഇട്ടിട്ട് ഇന്ന് കുറയുമെന്ന് എനിക്കറിയാം സ്തോത്രാഴ്ച, എന്നാലും വേണ്ടിയല്ല. ഈ സ്തോത്രാഴ്ച അച്ഛൻ ഇട്ടോന്നും ആരും വന്ന് ചോദിക്കത്തില്ല. പക്ഷെ ദശാംശം കൊടുത്തില്ല ചോദിക്കും. 6-7 മാസം ആയല്ലോ, വിളിക്കാതിരിക്കുക ഈയിടെ. വേണ്ട, മിണ്ടുന്നില്ല. പെങ്ങൊന്നും ചെയ്യരുത്. വലിയ കാര്യത്തിലോട്ടാണ് വരുന്നത്. സഭ ഇങ്ങനെ നടക്കണമെന്ന ദൈവത്തിൻ്റെ സിസ്റ്റം. എങ്ങനെയാ? നമുക്ക് തരുന്ന നന്മ കൊണ്ട് വേണം ചർച്ച് റൺ ചെയ്യാൻ. അങ്ങനെ ചെയ്താലാണ് സഭയ്ക്കകത്ത് ദൈവാനുഗ്രഹം. ഞാൻ വാക്ക് ചുരുക്കുവാണേ. ഹല്ലേലൂയ. ഇനിയും ചുരുക്കിയില്ലേ പ്രശ്നം. അതുകൊണ്ടാണ് സ്തോത്രം. അപ്പം ഉയരത്തിലുള്ളത് ചിന്തിക്കണം. ഇന്നോട്ട് ചിന്തിക്കുമോ? കട്ടിലോട്ട് ചെന്ന് കടന്ന് സ്വസ്ഥമായിട്ട് ഒരു കല്ലുമുട്ടായും വായിക്കാത്തിട്ടുണ്ട്, ഒരു നാരങ്ങ മുട്ടായും വായിക്കാത്തിട്ടുണ്ട്. തലയിൽ കൈയൊക്കെ ഇങ്ങനെ വെച്ച് സ്വർഗത്തിൽ പോയ അവിടെ എന്തുമായിരിക്കും. അന്നേരം ഒരുത്തൻ കടം വിളിക്കുക. ഹലോ, പൈസയുടെ കാര്യം വിളിക്കാവേ? ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുക ആ കാര്യം. എന്തുവാ? കണ്ട മിണ്ടുന്നില്ല. അന്നേരം ലാബിൽ നിന്ന് വിളിക്കുക. പോസിറ്റീവ് ആണല്ലോ, പിന്നെ വിളിക്കാമേ, നെഗറ്റീവ് ആയിക്കോളും. കാര്യം മേളിലെ കാര്യം ചിന്തിച്ചുകൊണ്ടിരിക്കുക. ഇപ്പം ഇതൊന്നും തലേ കയറുകയല്ല. കാര്യം ഇതിനാ നീ ബുധനാഴ്ച യോഗ ഇവിടെ വെച്ചേക്കുന്നത്. ബുധനാഴ്ച കേട്ട് എഫക്റ്റ് പോകുന്നതിന് മുമ്പ് വെള്ളിയാഴ്ച അടുത്തത്, വെള്ളിയാഴ്ച കേട്ട് അതിൻ്റെ എഫക്റ്റ് പോകുന്നതിന് മുമ്പ് ഞായറാഴ്ച അടുത്തത്. ഇങ്ങനെ കണക്ക്. ആണ്ട് വിളിക്കുക യോഗത്തിന് വന്ന് 5 കോട്ടുവായും വിട്ടേച്ച് ബന്ധനമാണെന്ന് പറഞ്ഞാൽ ഇത് അഴിക്കുന്നൊരു കൃപ ഇവിടെ ഇല്ല. ഇതൊരു വലിയ സിസ്റ്റമാ. അതിൻ്റെ കൂടെ ഏറിയ പ്രയർസ് അല്ല, കെയർസ് അല്ല ഉണ്ടോ? അറിയത്തില്ല. ദൈവത്തിന് സ്തോത്രം. സത്യം. ഉപദേശിമാർക്കും ദൂതുണ്ട്. ഉദാസീനതയോടെ വേല ചെയ്യുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടെന്നല്ല. അത് പാസ്റ്റർമാർ. ഉദാസീനതയോടെ വേല ചെയ്യുന്നവൻ അത് അനിപ്പാഷായാലും അങ്ങനെ. എന്നോട് വേണമെന്നൊന്നും ചെയ്യരുത്. അപ്പം വേലയ്ക്ക് ഇറങ്ങിയെങ്കിൽ വേല ചെയ്തോണം, അല്ലേ എന്ത് ചെയ്തരുത്? ഇറങ്ങല്ലേ. മിണ്ടുന്നില്ല.
ഞാൻ സ്തോത്രം ഇനിയും പോയ വലിയ കാഠിന്യമാവും, നിർത്താൻ പോവാ. ഇന്ന് ഈ ദൂത് അവസാനിക്കുന്നത് ഉയരത്തിലെ ചിന്തിക്കണം. റെഡിയാണോ? ഞാൻ ഇന്ന് തൊട്ട് ഉയരത്തിലെ ചിന്തിക്കുമെന്ന് പറയുന്നവരെന്ന് കൈ ഉയർത്തി പിടിച്ചേ. അതിൻ്റെ കാര്യം പറയാം. ചിന്ത ഉയരവുമായിട്ട് കണക്ട് ചെയ്താൽ ഈ ഭൂമിയിൽ ഒരു ടെൻഷനും ഇല്ലാതെ ജീവിക്കാം. അച്ഛനെ കണ്ടിട്ട് ഭയങ്കര സന്തോഷമുണ്ട്. അതൊക്കെ കാര്യം, നമുക്ക് വേറൊരു കണക്ഷൻ ഉണ്ട്. മിണ്ടുന്നില്ല. സ്തോത്രം. ഈയിടെ ഞാനൊരു ദിവസം ഒരു വീടിന് കല്ലിടാൻ ചെന്നപ്പോൾ പറഞ്ഞു, പാസ്റ്റേ വിശ്വാസത്താൽ കല്ലിടാൻ പോവാ. പ്ലാൻ എന്നെ കാണിച്ചു. ഞാൻ ചോദിച്ചു എത്രയായി? 80 ലക്ഷം രൂപയുടെ വീടാണ്. വിശ്വാസത്താൽ എന്ത് ചെയ്യാൻ പോവാ? കല്ലിടാൻ. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഞാൻ ഓർത്തോളാം, ഇത്ര വലിയ ചിരി, വിശ്വാസത്താൽ കല്ലിടുന്നവന് ഇത്ര വലിയ ആനന്ദം. ഭാര്യ എന്നോട് പറഞ്ഞു, ഒന്നുമല്ല, ബ്രദർ അമേരിക്കയിൽ നിന്ന് 1 കോടി രൂപ അയച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് വാങ്ങി കിടക്കുന്നുണ്ടായി ചിരിച്ചോണ്ട് എന്ത് ചെയ്യുന്നേ? നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. അപ്പം ഞാനൊരു കാര്യം നിന്നോട് പറയാം. സ്തോത്രം. ഉയരവുമായിട്ട് കണക്ട് ചെയ്താൽ ഏലിയാവിന് കാക്ക കൊണ്ട് അപ്പം കൊടുപ്പിച്ച ദൈവത്തിന് ഇന്നും തരാം. ദൈവത്തിന് 1000 വഴിയാ. പക്ഷെ ചിന്ത ഉയരവുമായിട്ട് കണക്ട് ആയാൽ ആ വഴിയെല്ലാം ഓപ്പൺ ആകും. കൈ ഉയർത്തി ഒരു സ്തോത്രം ചെയ്തേ.